So welcome students. അപ്പോൾ നമ്മുടെ 24th ഒക്കെ JE സെഷൻ അതിൻ്റെ സെഷൻ അതിൻ്റെ 24th മോർണിംഗ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1 ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 1 കൺസിഡർ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ അതിൻ്റെ ഏരിയ വന്നിട്ടുണ്ട്. സെപ്പറേഷൻ D ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ പ്ലേറ്റിൻ്റെ അടുക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് അതിൻ്റെ വാല്യൂ E, ഈ പ്ലേറ്റിൻ്റെ അടുക്കുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ E. അപ്പോൾ അങ്ങനെയാണെങ്കിൽ E നോട്ട് എപ്സിലോൺ നോട്ട് ഈസ് പെർമിറ്റഡ് ഓഫ് ഫ്രീ സ്പേസ്. അതിന് വാട്ട് ഈസ് എ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ്. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർഡ്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം യു പെർ യൂണിറ്റ് വോളിയം അതിൻ്റെ ഇക്വേഷൻ 1/2 ഇൻറ്റു എപ്സിലോൺ നോട്ട് E സ്ക്വയർ ആണ്. അത് പൊട്ടൻഷ്യൽ എനർജി പെർ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഉണ്ട്. ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് E ഉണ്ടെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം 1/2 എപ്സിലോൺ നോട്ട് E സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി U ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം ഇൻറ്റു വോളിയം വരും. പൊട്ടൻഷ്യൽ എനർജി പെർ വോളിയം അത് ഇൻറ്റു വോളിയം വരും. ഇതിൻ്റെ വോളിയം ഇവിടുത്തെ വോളിയം എന്ന് പറയുമ്പോൾ A ഇൻറ്റു D ആണ്. അപ്പോൾ 1/2 ഇൻറ്റു എപ്സിലോൺ നോട്ട് E സ്ക്വയർ ഇൻറ്റു A അതിൻ്റെ ഏരിയ ഇൻറ്റു D. ഏരിയ ഇൻറ്റു D അതായിരിക്കും ആ വോളിയം. അപ്പോൾ അതിന് ആൻസർ വരുന്നത് 1/2 എപ്സിലോൺ നോട്ട് E സ്ക്വയർ AD, ഓപ്ഷൻ 1. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 26 അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1 വരും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. Okay, what is the relative decrease in focal length of a lens for an increase in optical power by 0.1 D from 2.5 diopter? അതായത് അതിൻ്റെ പവർ ഇനിഷ്യൽ ഫോക്കൽ ലെങ്ത് F1 ഈസ് ഈക്വൽ ടു 1 പവർ എന്ന് എഴുതാം. 1 പവർ അതായത് P ഈസ് ഈക്വൽ ടു 1/F ആണ്. ഒരു ലെൻസിൻ്റെ പവർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/F. ഇനിഷ്യൽ ഫോക്കൽ ലെങ്ത് ഈസ് ഈക്വൽ ടു 1/P. F1 ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ ഫോക്കൽ ലെങ്ത് 1/2.5 ഡയോപ്റ്റർ ആണ്. 1/2.5 D വരും. 1/2.5 ഡയോപ്റ്റർ അല്ലേ, 1/2.5. ഓക്കെ, 2.5 ഡയോപ്റ്റർ ആയിരുന്നു അതിൻ്റെ ഇനിഷ്യൽ പവർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് F1 ഈസ് 1/2.5. ഇനി ഫൈനൽ ഫോക്കൽ ലെങ്ത് അതായത് പറയുന്നത് ഇതിൻ്റെ പവർ ഇൻക്രീസ് ബൈ 0.1 ഡയോപ്റ്റർ ആണ്. അപ്പോൾ പുതിയ പവർ P2 ഈസ് ഈക്വൽ ടു 2.5 ഡയോപ്റ്റർ പ്ലസ് 0.1 ഡയോപ്റ്റർ നമുക്ക് 2.6 ഡയോപ്റ്റർ എന്ന് വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ F2 ഈസ് ഈക്വൽ ടു 1/2.6 വരും. 1/2.6 വരും. അപ്പോൾ F2ൻ്റെ വാല്യൂ F2 ഈസ് ആക്ച്വലി ലെസ് ദാൻ F1 ആയിരിക്കും. വാട്ട് ഈസ് എ ഇൻക്രീസ് ഇൻ വാട്ട് ഈസ് എ റിലേറ്റീവ് ഡിക്രീസ് ഇൻ ഫോക്കൽ ലെങ്ത് ആണ്. റിലേറ്റീവ് ഡിക്രീസ് ഇൻ ഫോക്കൽ ലെങ്ത് എന്ന് പറയുമ്പോൾ അപ്പോൾ റിലേറ്റീവ് ഡിക്രീസ് ഓഫ് ഡെൽറ്റ F ബൈ F1 ആണ്. റിലേറ്റീവ് ഡിക്രീസ് ഇൻ ഫോക്കൽ ലെങ്ത് എന്ന് പറയുമ്പോൾ ഡെൽറ്റ F ബൈ F1. ഡെൽറ്റ F ഈസ് ഈക്വൽ ടു F2 മൈനസ് F1 ബൈ F1 എന്ന് വരും. സോറി, മാറിപ്പോയി. ഓക്കെ, ഡെൽറ്റ F ബൈ F1. സോ ഡെൽറ്റ F എന്ന് പറയുമ്പോൾ F2 മൈനസ് F1 ബൈ F1 എന്ന് വരും. അപ്പോൾ F2 ഈസ് ഈക്വൽ ടു 1/2.6 മൈനസ് 1/2.5 ഡിവൈഡ് ബൈ 1/2.5 എന്ന് വരും. കാരണം F1 ഈസ് ഈക്വൽ ടു 1/2.5, F2ൻ്റെ വാല്യൂ 1/2.6. അപ്പോൾ എടുക്കുമ്പോൾ 2.5 മൈനസ് 2.6 divided by 2.5 into 2.6 divided by 1/2.5 വരും. അപ്പോൾ ഈ 2.5 ഓക്കെ, ഈ 2.5 ക്യാൻസൽ ആയിപ്പോൾ നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുമ്പോൾ സോ ഡെൽറ്റ F ബൈ F1ൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുമ്പോൾ ഇത് 2.5 മൈനസ് 2.6 എന്ന് പറയുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുമ്പോൾ നമുക്ക് 0.1 വരും ഡിവൈഡഡ് ബൈ 2.6 വരും. അപ്പോൾ അതിൻ്റെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി 0.1/2.5 എന്ന് പറയുമ്പോൾ സോ 1/2.5 എന്ന് പറയുമ്പോൾ അത് 0.4 ആയിരിക്കും. അപ്പോൾ ഇത് 0.4 പിന്നെ വരുമ്പോൾ അപ്രോക്സിമേറ്റ്ലി വാല്യൂ 0.04 വരും. ശരിക്കും അതിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുമ്പോൾ 0.038 ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് റിലേറ്റീവ് ഡിക്രീസ് ഇൻ ഫോക്കൽ ലെങ്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ 0.04 വരും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ തന്നിരിക്കുന്നതിൽ അതിന് മാച്ചിങ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ 1 ആണ്, 0.04. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 27 അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 2 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1 വരും. ഇനി അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ്, ഒരു എയർ ബബിൾ ഓഫ് റേഡിയസ് 0.1 cm ലൈസ് അറ്റ് ദ ഡെപ്ത് ഓഫ് 20 cm ബിലോ ഫ്രീ സർഫസ് ഓഫ് എ ലിക്വിഡ് ഓഫ് ഡെൻസിറ്റി. ഇപ്പോൾ ഇവിടെ ഒരു എയർ ബബിൾ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡെപ്ത് എന്ന് പറഞ്ഞാൽ 20 cm ആണ്. ലിക്വിഡിൻ്റെ ഡെൻസിറ്റി റോ ഈസ് ഈക്വൽ ടു 10⁻³ kg/m³ ആണ്. If the pressure inside the bubble is 2100 Newton per meter square greater than the atmospheric pressure.
അപ്പോൾ ഇതിൻ്റെ അകത്ത് പി ഇൻസൈഡ്, ഇത് പി ഇൻസൈഡ്, ഇവിടെ നമുക്ക് പി ഔട്ട് സൈഡ് ഉണ്ട്. അപ്പോൾ ഡെൽറ്റ പി നമ്മുടെ എക്സസ് പ്രഷർ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ വരുന്നത്. ഇപ്പോൾ ഇത് എയർ ബബിൾ ഇൻസൈഡ് ലിക്വിഡ് ആണ്, ഇവിടെ ഒരു എയർ ബബിൾ ആണെങ്കിൽ അത് ഇൻസൈഡ് ലിക്വിഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് 2T അല്ലെങ്കിൽ 2S/R ആയിരിക്കും. കാരണം ഇവിടെ എയർ ബബിൾ ഇൻസൈഡ് ലിക്വിഡ് ആണ്, അപ്പോൾ അതിനൊരു ഒറ്റ ഫ്രീ സർഫസ് ഉള്ളൂ. അപ്പോൾ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 2S/R. അപ്പോൾ ഡെൽറ്റ പി എന്ന് പറയുമ്പോൾ പി ഇൻസൈഡ് മൈനസ് പി ഔട്ട് സൈഡ് ഈസ് ഈക്വൽ ടു 2 × S/R വരും. ഇവിടുത്തെ റേഡിയസ് എന്ന് പറയുമ്പോൾ റേഡിയസ് പോയിന്റ്, ഓക്കെ, റേഡിയസ് ഈസ് ഈക്വൽ ടു 0.1 സെൻറ്റിമീറ്റർ. മീറ്ററിലോട്ട് മാറ്റുമ്പോൾ 0.1 × 10⁻²2, സോ 10⁻³ മീറ്റർ വരും. അപ്പോൾ 10⁻³ അപ്പോൾ 2 × 10⁻³ S വരും. ഇനിയിപ്പോൾ ഡെൽറ്റ പി ഐ സി പി ഔട്ട് സൈഡ്, ഓക്കെ, പി ഔട്ട് സൈഡ് എന്ന് പറയുമ്പോൾ പി ഔട്ട് സൈഡ് ഈസ് ഈക്വൽ അത് പി അറ്റ്മോസ്ഫിയർ പ്രഷർ HρG ആണ്. അപ്പോൾ പി ഐ മൈനസ് പി അറ്റ്മോസ്ഫിയർ പ്ലസ് HρG ഈസ് ഈക്വൽ ടു 2 × 10⁻³ സർഫസ് ടെൻഷൻ വരും. ഓക്കെ, ഇവിടെ നോക്കുക, ഇവിടെ തന്നിരിക്കുന്ന എക്സസ് പ്രഷർ, ഇവിടെ ഒരു വാല്യൂ തരുന്നുണ്ട്. പ്രഷർ ഇൻസൈഡ് ദ ബബിൾ ഈസ് 2100 പാസ്കൽ ഗ്രേറ്റർ ദാൻ ദ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്നാണ്. അപ്പോൾ നമ്മളിവിടെ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പി ഐ മൈനസ് പി അറ്റ്മോസ്ഫിയർ മൈനസ് HρG ഈസ് ഈക്വൽ ടു 2 × 10⁻³ S എന്ന് വരും. ഇപ്പോൾ പി ഐ മൈനസ് പി അറ്റ്മോസ്ഫിയർ അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. സോ പി ഐ മൈനസ് പി അറ്റ്മോസ്ഫിയർ ഈസ് ഈക്വൽ ടു 2100 വരും. അപ്പോൾ വാല്യൂ ഇവിടെ എഴുതുക. സോ 2100 മൈനസ് HρG ഈസ് ഈക്വൽ ടു 2 × 10⁻³ സർഫസ് ടെൻഷൻ. ഇപ്പോൾ HρGയുടെ വാല്യൂ കണ്ടുപിടിക്കാം. HρG ഇപ്പോൾ ഹൈറ്റ് ഈസ് ഈക്വൽ ടു HρG എന്ന് പറയുമ്പോൾ ഹൈറ്റ് 20 സെൻറ്റിമീറ്റർ, ആ ബബിൾ ഇരിക്കുന്നത് 20 സെൻറ്റിമീറ്റർ ഡെപ്തിലാണ്. അപ്പോൾ 20 × 0.2 × 10⁻³ × 10 വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 10⁻³ അതല്ലെങ്കിൽ 2000, ദാറ്റ് ഈസ് ഈക്വൽ ടു 2000 വരും. സോ ഇത് 2100 മൈനസ് 2000 ഈസ് ഈക്വൽ ടു 2 × 10⁻³ S. അപ്പോൾ സർഫസ് ടെൻഷൻ S ഈസ് ഈക്വൽ ടു സോ 100 ഡിവൈഡഡ് ബൈ 2 × 10⁻³ വരും. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു 10 വരും. അപ്പോൾ 1/20, സോ 1/20 എന്ന് പറയുമ്പോൾ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.05 വരും. 0.05 Nm/m. അപ്പോൾ അതിൻ്റെ വാല്യൂ 0.05 Nm/m. ഓക്കെ ഇൻ SI യൂണിറ്റ്, ഓക്കെ, 0.05 വരും. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4. പിന്നെ ഒരു എക്സസ് പ്രഷർ, ഓക്കെ, എക്സസ് പ്രഷർ വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട്, പക്ഷേ അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കുക, ആ ബബിൾ നിൽക്കുന്നത് ഒരു ലിക്വിഡിനകത്താണ്, ഒരു ലിക്വിഡ് ഇൻസൈഡ് ലിക്വിഡ് ആണ്, പക്ഷെ അത് ഒരു സൈഡൻ ഡെപ്തിലാണ്. അപ്പോൾ അവിടുത്തെ പ്രഷർ എടുക്കുമ്പോൾ പി അറ്റ്മോസ്ഫിയർ പ്ലസ് HρG വരും. ഔട്ട് സൈഡ് പ്രഷർ എടുക്കുമ്പോൾ HρG പ്ലസ് പി അറ്റ്മോസ്ഫിയർ വരും. പിന്നെ എക്സസ് പ്രഷറിൻ്റെ ഇക്വേഷൻ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു ഈ ബബിള് ഇൻസൈഡ് ലിക്വിഡ് ആയതുകൊണ്ട് 2S/R ആണ്, 4S/R അല്ല. അത് എയർ ബബിൾ ഔട്ട് സൈഡ് ആണെങ്കിൽ 2 ഫ്രീ സർഫസ് ഉണ്ടെങ്കിൽ 4S/R വരും. ഇവിടെ ഒറ്റ ഫ്രീ സർഫസ് ഉള്ളതുകൊണ്ട് 2S/R ആയിരിക്കും. അപ്പോൾ അത്രയും ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 4. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. ഫോർ ആൻ എക്സ്പെരിമെൻ്റൽ എക്സ്പ്രഷൻ y ഈസ് ഈക്വൽ ടു, ഇപ്പോൾ നോക്കാം, y ഈസ് ഈക്വൽ ടു 32.3 × 1125 ഡിവൈഡഡ് ബൈ 27.4 where all the digits are significant. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാ ഡിജിറ്റും സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ നോക്കെ, ഇതിൻ്റെ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇതിൽ 3 ആണ്, ഇതിൽ 4 ആണ്, ഇതിലും 3 ആണ്. ഇവിടെ നോക്കുക, ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 3, ഇവിടെ 4, ഇവിടെ 3 വരും. അപ്പോൾ വൈയുടെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഷുഡ് ബി ഇൻ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിരിക്കും. കാരണം ഇതിലെ ഏറ്റവും കുറഞ്ഞ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 3 ആയിരുന്നു, അതിൻ്റെ ടേംസിലായിരിക്കണം y എഴുതുന്നത്. അപ്പോൾ y ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഇതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 3, ഇതിൻ്റെ 4, ഇതിൻ്റെ 3 ആണ്. അപ്പോൾ y നമ്മൾ എഴുതുമ്പോൾ ഈ തന്നിരിക്കുന്നതിലെ ഏറ്റവും കുറഞ്ഞ ഇതാണ്, അതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ എഴുതണം. ഇവിടെ 2 ഉണ്ട്, ഇതിനും 3 ആണ്, ഇതിനും 3 ആണ്. അപ്പോൾ y ഷുഡ് ബി ഇൻ 3 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ നോക്കാം, ഇവിടത്തെ നോക്കുമ്പോൾ ഇവിടെ 4 ആണ്, ഇവിടുത്തെ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് 4, ഇവിടെ 6 വരും, ഇവിടെ 7 വരും. ഇവിടെ നോക്കാം y ഈസ് ഈക്വൽ ടു 1330 എന്ന് പറയുമ്പോൾ ഈ ട്രെയിലിംഗ് സീറോസ്, ഓക്കെ,
ഇപ്പോൾ ഒരു സീറോസ് ഓക്കെ y ഈസ് ഈക്വൽ ടു നമുക്ക് 12.00 ആണെങ്കിൽ ഈ ട്രെയിലിംഗ് സീറോസ് ആഫ്റ്റർ ഡെസിമൽ ആണെങ്കിൽ ഇവിടെ 4 വരും. കാരണം ഒരു ഡെസിമൽ പോയിന്റിന് ശേഷമാണ് 00 വരുന്നതെങ്കിൽ, ഡെസിമൽ പോയിന്റിന് ശേഷം 0 വരുന്നതെങ്കിൽ അത് സിഗ്നിഫിക്കൻ്റ് ആണ്. ഡെസിമൽ പോയിന്റ് മുമ്പാണ്. ഡെസിമൽ പോയിന്റ് ഇല്ലെങ്കിൽ ഇത് സിഗ്നിഫിക്കൻ്റ് അല്ല. ഇറ്റ് ഈസ് നോട്ട് സിഗ്നിഫിക്കൻ്റ് ഈ 0. അപ്പോൾ ഇതിൻ്റെ വൈഡ് ഇപ്പോൾ ഇവിടുത്തെ സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ് 3 ആണ്. കാരണം അവിടെ 0 ഉണ്ടെങ്കിലും 0ക്ക് ശേഷം നമുക്ക് 0ക്ക് ശേഷം ഡെസിമൽ പോയിന്റ് ഇല്ല. ഡെസിമൽ പോയിന്റിന് ശേഷം അല്ലെങ്കിൽ ഡെസിമൽ പോയിന്റിന് ശേഷം ഡെസിമൽ പോയിന്റ് മുന്നുള്ള ഇപ്പോൾ ഇതൊക്കെ ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഈ 0 സിഗ്നിഫിക്കൻ്റ് ആയേനെ. പക്ഷെ ഇവിടെ ഡെസിമൽ പോയിന്റ് ഇല്ല, അതുകൊണ്ട് ഇത് സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ ഈ 0 സിഗ്നിഫിക്കൻ്റ് ഫിഗർ അല്ല. അപ്പോൾ ഈ y ഷുഡ് ബി ഈസ് ഈക്വൽ ടു y ഷുഡ് ബി ഇൻ 3 സിഗ്നിഫിക്കൻ്റ് ഫിഗേഴ്സ്. അപ്പോൾ y ഷുഡ് ബി 133 വരും. അപ്പോൾ 0 ഉണ്ടെങ്കിലും അത് സിഗ്നിഫിക്കൻ്റ് അല്ല ഇവിടെ. അപ്പോൾ അതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ 4 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 29 ഓപ്ഷൻ 4 അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 4 ഓപ്ഷൻ 4 വരും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. So during a transition of electron from state A to state C of a Bohr atom, അപ്പോൾ ഒരു സ്റ്റേറ്റ് സിന്ന് സ്റ്റേറ്റ് എയിലോട്ട് എത്ര ഉണ്ട് ഇവിടെ? A, B, C ഉണ്ട്. ഓക്കെ, ട്രാൻസ്ഫർ ഫ്രം സ്റ്റേറ്റ് എ ടു സ്റ്റേറ്റ് സി. എന്ന് സിയിലോട്ട് പോകുമ്പോൾ അത് എമിറ്റ് ചെയ്യുന്ന വേവ് ലെങ്ത്, അത് എമിറ്റ് ചെയ്ത വേവ് ലെങ്ത് ലാംഡ ഈസ് ഈക്വൽ ടു 2000 ആങ്സ്ട്രോം ആണ്. The wavelength of emitted radiation is 2000 angstrom and it becomes 6000 angstrom when the electron jump from state B to state C. B അതിൻ്റെ ഇടയ്ക്ക് B to C വരുമ്പോൾ ലാംഡ, ഇത് ഞാൻ ലാംഡ 1 എടുക്കുകയാണ്, ഇത് ലാംഡ 2. സോ ലാംഡ 2 is equal to 6000 angstrom വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ then the wavelength of the radiation emitted during the transition of electron from state A to state B, അങ്ങനെയാണെങ്കിൽ A എന്ന് Bയിലോട്ട്, അങ്ങനെയാണെങ്കിൽ A എന്ന് Bയിലോട്ട് എമിറ്റ് ചെയ്യുമ്പോഴുള്ള വേവ് ലെങ്ത് അതിനെ ഞാൻ ലാംഡ ഡാഷ് എന്ന് വിളിക്കുകയാണ്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ എമിറ്റഡ് വേവ് ലെങ്ത് എച്ച് ഡി ഈസ് ഈക്വൽ ടു നമുക്കറിയാം ഡെൽറ്റ ഇ ആണ്. എച്ച് ഡി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ. ഇപ്പോൾ ഇവിടെ എ എന്ന് സിയിലോട്ട്, അപ്പോൾ ഇ അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഇ സി ആണ്. അതുപോലെ എ എന്ന് ബിയിലോട്ട് വരുമ്പോൾ അപ്പോൾ ഇ എ, അതുപോലെ തന്നെ ബി എന്ന് സിയിലോട്ട് വരുമ്പോൾ എമിഷൻ നടന്നു. അപ്പോൾ ഇ ബിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഇ സി ആണ്. അതുപോലെ എ എന്ന് ബിയിലോട്ട് വരിക എന്ന് പറയുമ്പോൾ അത് ഇ എ ഗ്രേറ്റർ ദാൻ ഇ ബി ആയിരിക്കും. അപ്പോൾ നമ്മുടെ വരുമ്പോൾ ഇ എ ഗ്രേറ്റർ ദാൻ ഇ ബി ഗ്രേറ്റർ ദാൻ ഇ സി ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് കേസിൽ അപ്പോൾ എച്ച് സി ബൈ ലാംഡ ഇസ് ഈക്വൽ ടു നമുക്ക് ഡെൽറ്റ ഇ എന്ന് വരും. അപ്പോൾ ഈ ഫസ്റ്റ് എമിഷൻ എടുക്കുമ്പോൾ എ ടു സി എടുക്കുമ്പോൾ നമുക്ക് എ ടു സി എടുക്കുമ്പോൾ കാരണം എ എയുടെ വാല്യൂ ആണ് കൂടുതലും. അപ്പോൾ എച്ച് സി ബൈ ലാംഡ വൺ ഈസ് ഈക്വൽ ടു ഇ എ മൈനസ് ഇ സി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അടുത്ത് വരുന്നത് ബി ടു സി. അടുത്ത് ബി ടു സി അല്ലേ, ബി ടു സി എടുക്കുമ്പോൾ എച്ച് സി ബൈ ലാംഡ 2 ഈസ് ഈക്വൽ ടു ഇ ബി മൈനസ് ഇ സി വരും. അങ്ങനെയാണെങ്കിൽ എ ടു സി, സോ എ ടു ബി എടുക്കുമ്പോൾ ദെൻ എ ടു ബി എന്ന് പറയുമ്പോൾ അത് എച്ച് സി ബൈ ലാംഡ ഡാഷ് ഈസ് ഈക്വൽ ടു ഇ എ മൈനസ് ഇ ബി എന്ന് വരും. ഇ എ മൈനസ് ഇ ബി എടുക്കാൻ നോക്കുക. ഇ എ മൈനസ് ഇ ബി എടുക്കാൻ ഇത് ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2 ആണെങ്കിൽ ഇക്വേഷൻ 1 മൈനസ് 2 അല്ലേ, ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 വരും. സോ ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 വരും. സോ എച്ച് സി ബൈ ലാംഡ ഡാഷ് ഈസ് ഈക്വൽ ടു സോ ഇ എ മൈനസ് ഇ ബി. സോ ഇ എ മൈനസ് ഇ ബി എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് കുറയ്ക്കുമ്പോൾ ഇ സി ക്യാൻസലായി പോകും. എച്ച് സി ബൈ ലാംഡ 1 മൈനസ് എച്ച് സി ബൈ ലാംഡ 2 വരും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എച്ച് സി ബൈ ലാംഡ ഡാഷ് ഈസ് ഈക്വൽ ടു എച്ച് സി ബൈ ലാംഡ 1 മൈനസ് എച്ച് സി ബൈ ലാംഡ 2 വരും. അപ്പോൾ എച്ച് സി ക്യാൻസലായി പോകും. ഓക്കെ, 1 ബൈ ലാംഡ ഡാഷ് ഈസ് ഈക്വൽ ടു സോ 1 ബൈ ലാംഡ ഡാഷ് ഈസ് ഈക്വൽ ടു 1 ബൈ ലാംഡ 1 മൈനസ് 1 ബൈ ലാംഡ 2. അപ്പോൾ അതെടുക്കുമ്പോൾ സോ ലാംഡ 2 മൈനസ് ലാംഡ 1 ബൈ ലാംഡ 1 ലാംഡ 2 വരും. അപ്പോൾ നമ്മുടെ ഫൈനൽ വേവ് ലെങ്ത് ലാംഡ ഡാഷ് ഈസ് ഈക്വൽ ടു സോ ലാംഡ 1 ലാംഡ 2 ഡിവൈഡഡ് ബൈ സോ ലാംഡ 2 മൈനസ് ലാംഡ 1. അപ്പോൾ 6000 ഇൻറ്റു 2000 ഡിവൈഡഡ് ബൈ 6000 മൈനസ് 2000 വരും. അപ്പോൾ 4000 വരും. അപ്പോൾ 6000 ഇൻറ്റു 2000 ബൈ 4000 വരും. അപ്പോൾ ഇവിടെ 1/2 അതൊക്കെ നമുക്ക് 3000 ആങ്സ്ട്രോം വരും. അപ്പോൾ അതിൻ്റെ ആൻസർ 3000 ആങ്സ്ട്രോം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അത് എ ടു സി ട്രാൻസിഷൻ നടക്കുമ്പോൾ എ എന്ന് സിയിലോട്ട് വരുമ്പോൾ എച്ച് സി ബൈ ലാംഡ 1 ഈസ് ഈക്വൽ ടു ഇ എ മൈനസ് ഇ സി ആയിരിക്കും.
അതുപോലെ B2C ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ HC/λ2. അപ്പോൾ λ1 λ2 തന്നിട്ടുണ്ട്. HC/λ2 = EB - EC ആയിരിക്കും. ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ EEC ക്യാൻസൽ ആയി പോകും. EA - EB = HC/λ1 - HC/λ2 ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കണ്ടുപിടിക്കേണ്ട വേവ് ദാറ്റ് ഈസ് ഈക്വൽ ടു HC/λ' വരും. അപ്പോൾ ഇക്വേഷൻ സോൾവ് ചെയ്താൽ ഇപ്പോൾ HC ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് 1/λ' ഈസ് ഈക്വൽ ടു 1/λ1 - 1/λ2 എന്ന് വരും. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ ഓക്കെ. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ്, കുറേ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെ കറക്റ്റ് ആണെന്ന് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൻ്റെ അകത്ത് കറക്റ്റ് ഏതാണെന്നായിരിക്കും ചോദിച്ചിരിക്കുന്നത്. റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണോ കറക്റ്റ് ആണോ? അപ്പോൾ ഇതിൻ്റെ അകത്ത് എനിക്കാണ് കറക്റ്റ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എഴുതേണ്ടത്. ഓക്കെ. ദ ജംഗ്ഷൻ ഏരിയ ഓഫ് എ സോളാർ സെൽ ഈസ് മെയ്ഡ് വെരി നാരോ കമ്പയർഡ് ടു ഫോട്ടോ ഡയോഡ്. അപ്പോൾ സോളാർ സെൽ എന്ന് പറയുമ്പോൾ അതൊരു ഫോട്ടോ ഡയോഡ് പോലെ തന്നെയാണ്. അവിടെ ജംഗ്ഷനിൽ ഹോൾ ഇലക്ട്രോൺ ഹോൾ പെയർസിൻ്റെ ഫോർമേഷൻ നടക്കും. എന്നിട്ട് ഹോൾസ് പി ജംഗ്ഷനിലോട്ട് പോകും, മറ്റേ ഇലക്ട്രോൺസ് എൻ സൈഡിലോട്ട് പോകും. നമ്മളൊരു എക്സ്റ്റേണൽ സർക്യൂട്ട് കണക്ട് ചെയ്യുമ്പോൾ ഒരു PN ജംഗ്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്റ്റേണൽ ബയസ് അപ്ലൈ ചെയ്തിട്ടില്ല. എന്നിട്ട് നമുക്ക് ഇവിടെ PN ജംഗ്ഷനെ കണക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഹോൾ ഈ ജംഗ്ഷനിലെ ഇലക്ട്രോൺ ഹോൾ പെയർസ് കിടക്കും. അപ്പോൾ ഹോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ഇങ്ങോട്ടേ മൂവ് ചെയ്യുമ്പോൾ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കറണ്ട് നടക്കും. അപ്പോൾ അതിൻ്റെ സർക്യൂട്ടൊക്കെ വരയ്ക്കുമ്പോൾ അത് 1 2 3 4th ക്വാഡ്രൻറ്റിൽ വരും. V0 IC ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. ഓക്കെ. അപ്പോൾ ജംഗ്ഷൻ ഏരിയ ഓഫ് സോളാർ സെൽ ഈസ് വെരി നാരോ. അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതൊരു റോങ് സ്റ്റേറ്റ്മെൻറ്റാണ്. കാരണം സോളാർ സെല്ലിൻ്റെ കേസിൽ അതിൻ്റെ ജംഗ്ഷൻ ഏരിയ ലാർജ് ആയിരിക്കണം. കൂടുതൽ ലാർജ് ഏരിയ വരുമ്പോഴാണ് അവിടെ ഇലക്ട്രോൺ ഹോൾ പെയർസ് ഫോർമേഷൻ നടക്കണമെങ്കിൽ ഏരിയ ലാർജ് ആയിരിക്കണം. കാരണം അവിടെ നമ്മുടെ EM വേവ് വന്നിട്ട് അത് സൺലൈറ്റ് വന്നിട്ട് ഇപ്പോൾ സൺലൈറ്റിൽ നിന്ന് എനർജി അബ്സോർബ് ചെയ്തിട്ട് അവിടെ അവിടെ ഇലക്ട്രോൺ ഹോൾ പെയർസ് ഫോർമേഷൻ നടക്കുക. അപ്പോൾ ഏരിയ കൂടുതലായിരിക്കണം. അപ്പോൾ ഇത് ഏരിയ നാരോ എന്ന് പറയുന്ന റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോളാർ സെൽസ് ആർ നോട്ട് കണക്റ്റഡ് വിത്ത് ആൻ എക്സ്റ്റേണൽ ബയാസ്. അത് ഒരിക്കലും നമ്മൾ ഒരു എക്സ്റ്റേണൽ ബയാസ് കൊടുക്കുന്നില്ല. കാരണം അവിടെ നമുക്ക് സോളാർ സെല്ലിൽ നിന്ന് എനർജി കിട്ടുകയോ ചെയ്യേണ്ടത്, നമുക്ക് എനർജി അങ്ങോട്ട് കൊടുക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മളൊരു സർക്യൂട്ട് കണക്ട് ചെയ്യും. അപ്പോൾ ഈ സർക്യൂട്ടിൽ നമുക്ക് കറണ്ട് കിട്ടും. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ഹോൾ ഫോർമേഷൻ നടന്നിട്ട് ഹോൾസ് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, ഇലക്ട്രോൺ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അപ്പോൾ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ നമുക്ക് കറണ്ട് കിട്ടുകയോ ചെയ്യും, നമ്മളൊരു ബയാസ് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ്. ഇനി അടുത്ത LED ഈസ് മെയ്ഡ് ഓഫ് ലൈറ്റ്ലി ഡോപ്ഡ് PN ജംഗ്ഷൻ. അത് റോങ് ആണ്. LED ഈസ് എ ഹെവിലി ഡോപ്ഡ് ആണ്. LED ഈസ് എ ഹെവിലി ഡോപ്ഡ് PN ജംഗ്ഷൻ. നിങ്ങളത് NCERT നോക്കിയാൽ ഇറ്റ് ഈസ് NCERTയുടെ സെൻറ്റൻസ് തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? നമ്മുടെ LEDയുടെ നമ്മുടെ NCERTയിലെ സെൻറ്റൻസ് ആണ് ഇറ്റ് ഈസ് എ ഹെവിലി ഡോപ്ഡ് PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറഞ്ഞിട്ട് അവർ തുടങ്ങുന്നത്. അപ്പോൾ LED അതൊരു ഹെവിലി ഡോപ്ഡ് PN ജംഗ്ഷൻ ആണ്. അപ്പോൾ C റോങ് ആണ്. ഇനി അടുത്ത D നോക്കാം. ഇൻക്രീസ് ഓഫ് ഫോർവേഡ് കറന്റ് റിസൾട്ട് ഇൻ കണ്ടിന്യൂസ് ഇൻക്രീസ് ഓഫ് LED ലൈറ്റ് ഇൻറ്റൻസിറ്റി. അപ്പോൾ നമ്മുടെ LED എന്ന് വെച്ചാൽ അതൊരു PN ജംഗ്ഷൻ ഡയോഡ്, അതൊരു ഫോർവേഡ് ബയാസ് ഡയോഡാണ്. ഒരു ഫോർവേഡ് ബയാസ് ഡയോഡ്. അപ്പോൾ ഇവിടെ നമ്മളൊരു ഫോർവേഡ് ബയാസ് കറണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ നോക്കേ നമ്മുടെ ഹോൾസ് ഇങ്ങോട്ട് വരും, ഇവിടുന്ന് ഇലക്ട്രോൺസും ഇങ്ങോട്ട് വരും. അപ്പോൾ ഇലക്ട്രോൺ ഹോൾ റീകമ്പൈൻ നടക്കുമ്പോൾ എനർജി കുറയും. അപ്പോൾ എനർജി റിലീസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇലക്ട്രോൺ ഹോൾ റീകമ്പിനേഷൻ നടക്കുമ്പോൾ ഒരു EM വേവ് എമിറ്റ് ചെയ്യും. അതായത് ഒരു ഇലക്ട്രോൺ അതിൻ്റെ ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലോട്ട് വരുന്നത് ഒരു കണ്ടക്ഷൻ ഇലക്ട്രോൺ, ഇറ്റ് ബിക്കം എ വാലൻസ് ഇലക്ട്രോൺ. അപ്പോൾ അത്രയും എനർജി ഇത് റിലീസ് ചെയ്യും. അപ്പോൾ എനർജി റിലീസ് ഇൻ ദ ഫോം ഓഫ് ആൻ EM വേവ്. ഒരു വേവ് ലെങ്ത് അല്ലെങ്കിൽ ഒരു ഫ്രീക്വൻസിയുടെ ഫോമിലാണ് EM വേവ് ആയിട്ടായിരിക്കും എനർജി റിലീസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫോർവേഡ് ബയാസ്ഡ് കറണ്ട്, അതായത് ഫോർവേഡ് ബയാസ്ഡ് കാരണം ഈ ഇലക്ട്രോൺ ഹോൾ ഈ ജംഗ്ഷൻ ക്രോസ് ചെയ്യണമല്ലോ. അപ്പോൾ അത് ത്രഷോൾഡ് വോൾട്ടേജിനേക്കാളും കൂടുതലായിരിക്കണം. അപ്പോൾ അത് വോൾട്ടേജിനേക്കാളും കൂടി വരുന്തോറും നമ്മൾ ത്രഷോൾഡ് വോൾട്ടേജ് എത്തുമ്പോൾ അത് എത്തുന്ന വരെ കറണ്ട് ഉണ്ടാവത്തില്ല. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനേക്കാളും കൂടുതലാകുമ്പോൾ കറണ്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് LED ഗ്ലോ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ കറണ്ട് കൂട്ടി നമ്മൾ വോൾട്ടേജ് കൂട്ടി കറണ്ട് കൂട്ടി ഒരു പരിധി വരെ അപ് ടു സെർട്ടൺ ലിമിറ്റ് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂടും. പിന്നെ അതിന് ശേഷം കറണ്ട് കൂട്ടിയ അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ കറണ്ടിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ കറണ്ട് കൂടുന്നതനുസരിച്ച് ഇങ്ങനെ ഇൻറ്റൻസിറ്റി കൂടിയിട്ട് പിന്നെ ഇൻറ്റൻസിറ്റി ഇതൊരു സാച്ചുറേഷൻ ലെവലിലെത്തും. പിന്നെ നമ്മൾ കറണ്ട് കൂട്ടുകയാണെങ്കിൽ ലൈറ്റിൻ്റെ ആ ഇൻറ്റൻസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അത് പറയുന്നത് നമ്മൾ കറണ്ട് കൂടുന്നതനുസരിച്ച് അതിൻ്റെ ഹീറ്റിംഗ് എഫക്റ്റ് കൂടും. അപ്പോൾ പിന്നെ ഈ ഹയർ ടെമ്പറേച്ചറിൽ ഈ ഫോട്ടോൺ കൺവേർഷൻ്റെ എഫിഷ്യൻസി കുറവായിരിക്കും എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആദ്യം തുടക്കത്തിൽ ത്രഷോൾഡ് വോൾട്ടേജിനേക്കാളും കൂടി വരുമ്പോഴനുസരിച്ച് ഫോർവേഡ് കറണ്ട് കൂടും. ഫോർവേഡ് കറണ്ട് കൂടുന്നതനുസരിച്ച് കൂടുതൽ ഇലക്ട്രോൺ ഹോളും ജംഗ്ഷൻ ക്രോസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ റീകോമ്പിനേഷൻ കൂടുതൽ കിടക്കും. അപ്പോൾ റീകോമ്പിനേഷൻ കൂടുതൽ കിടക്കുമ്പോൾ കൂടുതൽ വേവ് എമിറ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ത്രഷോൾഡ് വോൾട്ടേജിനേക്കാൾ വോൾട്ടേജ് കൂട്ടി വരുന്നതനുസരിച്ച് നമുക്ക് കറണ്ട് കൂടി കിട്ടും. അപ്പോൾ ഇൻറ്റൻസിറ്റിയും കൂടുതലായിരിക്കും. പിന്നെ ഒരു പരിധി കഴിഞ്ഞിട്ട് ഇത് കൂടത്തില്ല. കാരണം പിന്നെ നമ്മൾ കറണ്ട് കൂട്ടിയാൽ ഇവിടുത്തെ ടെമ്പറേച്ചർ കൂടും, ഹീറ്റിംഗ് എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ഹയർ ടെമ്പറേച്ചറിൽ ഈ ഫോട്ടോൺ കൺവേർഷൻ എഫിഷ്യൻസി കുറവായിരിക്കും. എന്നുകൂടെ പറയാം, ഹൈ ടെമ്പറേച്ചറിൽ ഫോട്ടോൺ കൺവേർഷൻ എഫിഷ്യൻസി കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ്
ഇൻക്രീസ് ഓഫ് ഫോർവേഡ് കറന്റ് റിസൾട്ട് ഇൻ കണ്ടിന്യൂസ് ഇൻക്രീസ് ഓഫ് LED ലൈറ്റ് ഇൻറ്റൻസിറ്റി. അത് റോങ് ആണ്. അതായത് ഒരു പരിധി, ഒരു അപ് ടു എ ലിമിറ്റ് നമ്മൾ ഇൻറ്റൻസിറ്റി കൂടുന്നതനുസരിച്ച് അപ് ടു എ ലിമിറ്റ് നമ്മുടെ കറണ്ട് കൂടുന്നതനുസരിച്ച് ഇൻറ്റൻസിറ്റി കൂടും. പിന്നെ കൂട്ടിയാൽ പിന്നെ ഇൻറ്റൻസിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി അടുത്തത് LED ഹാവ് ടു ബി കണക്റ്റഡ് ഇൻ ഫോർവേഡ് ബയാസ് ഫോർ എമിഷൻ ഓഫ് ലൈറ്റ്. അതൊരു ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കണം. അപ്പോൾ ഇത് കറക്റ്റാണ്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് B ആൻഡ് D ആണ്. അപ്പോൾ ഇവിടെ B ആൻഡ് D മാത്രമാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ 4. ഇപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് മിസ്സിംഗ് ആണ്. അപ്പോൾ ഇതിൻ്റെ അത് തന്നിരിക്കുന്ന ഒരു 5 സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്. അതിനകത്ത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് ഓപ്ഷൻ B, അതായത് സോളാർ സെൽസ് ആർ നോട്ട് കണക്റ്റഡ് വിത്ത് എനി എക്സ്റ്റേണൽ ബയാസ്. അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് E, LEDs have to be connected in forward bias for emission of light. അപ്പോൾ അത് രണ്ടും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 6 അത് ഓപ്ഷൻ 4 വരും. ഇനി അടുത്ത് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. The amount of work done to break a big water drop of radius R into 27 small drops. ഇപ്പോൾ വലിയൊരു ഡ്രോപ്പ്, അപ്പോൾ അതിനെ 27 ചെറിയ ഡ്രോപ്സ് ആയിട്ട് മാറ്റി. 27 സ്മോൾ ഡ്രോപ്സ്. അപ്പോൾ അതിൻ്റെ റേഡിയസ് ഞാൻ R1 എന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R. അപ്പോൾ ഇതിൻ്റെ വോളിയം, അപ്പോൾ നമുക്ക് 4/3 pi R³ is equal to 27 4/3 pi R1³ വരും. അപ്പോൾ R is equal to നമുക്ക് 3R1 ക്യാപിറ്റൽ R is equal to ഇത് ക്യൂബ്, ഇവിടെ 4/3 ക്യാൻസൽ ആയി പോകും. അപ്പോൾ R³ is equal to 27 R1³ വരും. സോ ക്യാപിറ്റൽ R is equal to 3R1 വരും. ഇപ്പോൾ ഈ കേസിൽ ഇവിടെ ഫോം ചെയ്യുന്ന എനർജി എന്ന് പറയുമ്പോൾ എനർജി റിലീസ് E is equal to ഡെൽറ്റ സർഫസ് ഏരിയ, ഡെൽറ്റ ഓഫ് ഏരിയ ഇൻറ്റു സർഫസ് ടെൻഷൻ ആണ്, അപ്പോൾ ഇവിടുത്തെ ഡെൽറ്റ ഏരിയ എന്ന് പറയുമ്പോൾ കൂടുതൽ ആ ചെറിയ 27 സ്മോൾ ഡ്രോപ്സ് ആവുമല്ലോ, അതിൻ്റെ ടോട്ടൽ ഏരിയ എടുക്കുമ്പോഴായിരിക്കും ഇതിനേക്കാളും കൂടുതൽ. അപ്പോൾ 27 ഇൻറ്റു 4 pi R1² മൈനസ് 4 pi R² ഇൻറ്റു സർഫസ് ടെൻഷൻ S വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 27 ഇൻറ്റു 4 pi R1² മൈനസ് 4 pi ഇൻറ്റു ക്യാപിറ്റൽ R എന്ന് പറയുമ്പോൾ സ്മോൾ, അപ്പോൾ 3R1² ഇൻറ്റു S ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ജൂൾ എന്ന് വരും. അത് നമ്മൾ ഇതെടുക്കുമ്പോൾ ഞാൻ ഈ പൈ പുറത്തെടുക്കുമ്പോൾ R1² പുറത്തെടുക്കുമ്പോൾ ഇവിടെ നോക്കുക 27 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 108 വരും. ഇവിടെ പൈ പുറത്തെടുത്തു, R1² പുറത്തെടുത്തു, 4 ഇൻറ്റു 9 എന്ന് പറയുമ്പോൾ 36 വരും. ഇൻറ്റു സർഫസ് ടെൻഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ജൂൾ എന്ന് വരും. അപ്പോൾ നമ്മളിങ്ങനെ എഴുതുമ്പോൾ R1² ഇത് 108 മൈനസ് 36 72 വരും. സോ R1² 72 ഇൻറ്റു സർഫസ് ടെൻഷൻ S ഈസ് ഈക്വൽ ടു 10 ജൂൾ എന്ന് വരും. ഇനി നമ്മൾ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഈ അതേ ഡ്രോപ്പിനെ ഒരു 64 ചെറിയ ഡ്രോപ്സ് ആയിട്ട് മാറ്റണം. ഇത് സെയിം ഡ്രോപ്പിനെ ഒരു 64, ഈ ആറിനെ നമുക്ക് 64 സ്മോൾ ഡ്രോപ്സ് ആക്കണം. അപ്പോൾ 64 സ്മോൾ ഡ്രോപ്സ് ആകുമ്പോൾ 4/3 pi R³ is equal to, അപ്പോൾ ഇതിൻ്റെ റേഡിയസ് ഞാൻ R2 എന്ന് എടുക്കുകയാണ്. അപ്പോൾ 64 ഇൻറ്റു 4/3 pi R2³ വരും. അപ്പോൾ R³ is equal to 64 R2³ വരും. അപ്പോൾ R is equal to 4R2 എന്ന് വരും. R is equal to 4R2 വരും. അപ്പോൾ നോക്കുക, R is equal to 3R1. അപ്പോൾ നമ്മുടെ റിലേഷൻ കിട്ടി, 3R1 is equal to 4R2. അപ്പോൾ R1/R2 is equal to 4/3, അല്ലെങ്കിൽ R2/R1 is equal to 3/4 വരും. ഇവിടെ റിലേഷൻ വന്നു. ഇനി ഇവിടുത്തെ ഈ കേസിലെ ഡെൽറ്റ ചേഞ്ച് എനർജി റിക്വയർഡ് അത് E2 എന്ന് നമുക്ക് വിളിക്കാം, അത് കണ്ടുപിടിക്കണം. സോ E2 is equal to ഡെൽറ്റ ഏരിയ ഇൻറ്റു സർഫസ് ടെൻഷൻ വരും. ഇവിടുത്തെ ഡെൽറ്റ ഏരിയ എടുക്കുമ്പോൾ സോ കുറേ ചെറിയ ഡ്രോപ്സിൻ്റെ ടോട്ടൽ ഏരിയ എടുക്കുമ്പോഴായിരിക്കും കൂടുതൽ. 64 ഇൻറ്റു 4 pi R2² മൈനസ് 4 pi R² ഇൻറ്റു S വരും. ഇവിടെ നോക്കാം, ഇവിടെ എടുക്കുമ്പോൾ
ഇവിടെ ഞാൻ പൈ ഇവിടെ നോക്കുക, ഇവിടെ 64 ഇൻറ്റു 4 ഇൻറ്റു പൈ R2 സ്ക്വയർ മൈനസ് 4 പൈ ഇൻറ്റു 4R2 സ്ക്വയർ ഇൻറ്റു എസ് വരും. അപ്പോൾ ഇവിടെ പൈ R2 സ്ക്വയർ ഞാൻ പുറത്തെടുത്തു. അപ്പോൾ 64 ഇൻറ്റു 4 മൈനസ് 64 വരും ഇൻറ്റു എസ് വരും. കാരണം ഇവിടെ 4 സ്ക്വയർ എന്ന് പറയുന്നത് 16 ഇൻറ്റു 4 64 വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എസ്. ഇതിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഞാൻ ഇതിൻ്റെ റേഷ്യോ എടുക്കുകയാണ്. ഈ രണ്ടെണ്ണത്തിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ സോ പൈ R1 സ്ക്വയർ ഇൻറ്റു 72 ഇൻറ്റു സർഫസ് ടെൻഷൻ ഡിവൈഡഡ് ബൈ പൈ R2 സ്ക്വയർ ഇൻറ്റു ഇത് 64 ഇൻറ്റു 4, അത് 64 ഇൻറ്റു 3 എന്ന് വരും. ഇത് 64 കോമൺ ആയിട്ട് എടുക്കുമ്പോൾ 64 ഇൻറ്റു 4 മൈനസ് 1 64 ഇൻറ്റു 3 ഇൻറ്റു എസ്. ദിസ് ഈസ് ഈക്വൽ ടു 10/E2. E2 നമുക്ക് കണ്ടുപിടിക്കണം. സോ E2 ഇവിടെ എടുക്കുമ്പോൾ ഇവിടെ കുറേ കോമൺ ടൈംസ് ഉണ്ട്, അത് ക്യാൻസൽ ആയി പോകും. പൈ ക്യാൻസൽ ആയി പോകും, ഇവിടെ പൈ പോവും, എസ് പോവും, ഇവിടുത്തെ എസ്സും പോവും. ഇനി അടുത്ത E2 ഈസ് ഈക്വൽ ടു E2 എടുക്കുമ്പോൾ എനിക്ക് R2 സ്ക്വയർ ഇൻറ്റു 64 ഇൻറ്റു 3 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ ഇവിടെ R1 സ്ക്വയർ ഇൻറ്റു 72 വരും. ഇവിടെ നോക്കാം, ഇവിടെ 64 72 നോക്കുമ്പോൾ ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 8 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 8 വരും, ഇവിടെ 9 വരും, ഇവിടെ നമുക്ക് 9 വരും. ഇനി നോക്കാം R2/R1, ഈ റേഷ്യോ ഉണ്ട്, ഈ 3R1 നമുക്കൊരു ഇത് കിട്ടി. R ഈസ് ഈക്വൽ ടു 3R1, അപ്പോൾ R ഈസ് ഈക്വൽ ടു 4R2 എന്ന് കിട്ടി. അപ്പോൾ 4R2 ഈസ് ഈക്വൽ ടു 3R1. അപ്പോൾ R2/R1 എന്ന് പറയുമ്പോൾ 3/4 വരും. സോ R2 സ്ക്വയർ ബൈ R1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9/16 വരും. R2 സ്ക്വയർ ബൈ R1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 9/16. അപ്പോൾ നോക്കാം, ഇത് എടുക്കുമ്പോൾ 9/16 ഇൻറ്റു 8 ഇൻറ്റു 3 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 9 വരും. ഈ 9 ക്യാൻസൽ ആയിപ്പോയി, ഇവിടെ 2 ഇവിടെ 5 വരും. സോ 5 ഇൻറ്റു 3 15 ജൂൾ. അപ്പോൾ അതേ ഡ്രോപ്പിന്, അതായത് ഒരു വലിയ ഡ്രോപ്പിന്, ഒരു ബിഗ് ഡ്രോപ്പിന്, ലാസ്റ്റ് ഡ്രോപ്പിന് 27 സ്മോൾ ഡ്രോപ്പ് ആക്കിയപ്പോൾ നമുക്ക് വേണ്ട എനർജി 10 ജൂൾ ആയിരുന്നെങ്കിൽ ആ വലിയ ഡ്രോപ്പിനെ 64 സ്മോൾ ഡ്രോപ്പ് ആക്കുമ്പോൾ വേണ്ട എനർജി 15 ജൂൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഓപ്ഷൻ 1 വരും. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1 വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8 പോകാം. An object of mass m projected from origin in a vertical xy plane at an angle 45 degree with the x-axis with an initial velocity v0, the magnitude and the direction angular moment of the object with respect to origin when it reaches at the maximum height will be. ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ മെറ്റീരിയലൊക്കെ ഉള്ളൊരു ക്വസ്റ്റൻ ആണ്, നമ്മൾ ക്ലാസ്സിലൊക്കെ എടുക്കുമ്പോൾ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ലീനിയർ മോഷനുള്ള ഒരു ബോഡിക്കും നമുക്ക് ആംഗുലർ മൊമെൻറ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റും, ആ ഒരു കോൺസെപ്റ്റ്. അപ്പോൾ നമ്മളൊരു ബോഡിയെ പ്രൊജക്ട് ചെയ്യുന്ന XY പ്ലെയിൻ. അപ്പോൾ ഇതൊരു XY പ്ലെയിൻ. അപ്പോൾ അതിങ്ങനെ പ്രൊജക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ വരും. അപ്പോൾ ഈ ഒരു മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ അപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി, ഇപ്പോൾ V0 എന്ന് പറയുന്ന വെലോസിറ്റി നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നത്. ഇവിടുത്തെ വെലോസിറ്റി V0, ഈ ആംഗിൾ 45 ഡിഗ്രി. അപ്പോൾ അത് ആ ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് മാത്രമേ കാണുള്ളൂ. അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്ന് പറയുമ്പോൾ അത് V0 cos 45 വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു V0/√2 വരും. അപ്പോൾ ഈ പോയിന്റ് ഹയസ്റ്റ് പോയിന്റിൻ്റെ മൊമെൻറ്റ് P ഈസ് ഈക്വൽ ടു M ഇൻറ്റു V0/√2 വരും. M V0/√2 വരും. അപ്പോൾ നോക്കാം, ഈ ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ ആ ബോഡി ഞാൻ ഒന്നുകൂടെ വരയ്ക്കാം. ഈ ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ ഇത് XY പ്ലെയിൻ. ഈ ഹയസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് P ഇങ്ങനെയുണ്ട്. അപ്പോൾ നമുക്കറിയാം ആംഗുലർ മൊമെൻറ്റ് L ഈസ് ഈക്വൽ ടു R ക്രോസ് P. ഈ R ക്രോസ് P, അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ അങ്ങനെ എടുക്കുന്നത്. അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ L വെക്ടർ ഈസ് ഈക്വൽ ടു R ക്രോസ് P എന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ പറയുമ്പോൾ R ഇൻറ്റു P എന്ന് എടുക്കുമ്പോൾ സോ മൊമെൻറ്റം ടൈംസ് ഇറ്റ് ഈസ് എ മൊമെൻറ്റം ടൈംസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ്. നമ്മൾ ഏത് പോയിന്റിനെ ബോർഡായിട്ടാണോ ആംഗുലർ മൊമെൻറ്റ് കണ്ടുപിടിക്കുന്നത് ആ പോയിന്റിൽ നിന്ന് ലൈൻ ഓഫ് ആക്ഷൻ ലൈൻ ഓഫ് ലീനിയർ മൂവിലോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മൊമെൻറ്റം ടൈംസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് from the point to the line of linear momentum. നമ്മൾ ഫോഴ്സ് ഒക്കെ ടോർക്ക് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ടോർക്ക് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ടൈംസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് ടു ദ ലൈൻ ഓഫ് ആക്ഷൻ ഓഫ് ഫോഴ്സ്.
അതൊരു പോയിന്റിനെ പോലെ ടോർക്ക് കണ്ടടിക്കുമ്പോൾ ആ പോയിന്റിൽ നിന്ന് ലൈൻ ഓഫ് ആക്ഷനോട്ട് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അത് ഇൻറ്റു ഫോഴ്സ് അതായിരിക്കും ടോർക്കിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അതുപോലെ തന്നെ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ മൊമെൻറ്റം ടൈംസ് ലീനിയർ മൊമെൻറ്റം ടൈംസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് ടു ദ ലൈൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ഇപ്പോൾ ഇവിടുത്തെ പി ഇതാണ്. അപ്പോൾ നമ്മൾ ഈ ലൈൻ ഓഫ് ലീനിയർ മൊമെൻറ്റം ഇങ്ങനെ വരച്ചു. അപ്പോൾ അതിലോട്ട് വരയ്ക്കുന്നത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇതായിരിക്കും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതെന്ന് പറയുമ്പോൾ എച്ച് മാക്സ് ആയിരിക്കും. അപ്പോൾ മാക്സിമം ഹൈറ്റിലെത്തുമ്പോൾ ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് ടു ദ ലൈൻ ഓഫ് ലീനിയർ മൊമെൻറ്റം അതായത് എച്ച് മാക്സ് ആയിരിക്കും. അപ്പോൾ എച്ച് മാക്സ് ഈ കേസിൽ നമ്മുടെ എച്ച് മാക്സ് ഈസ് ഈക്വൽ ടു എച്ച് മാക്സിൻ്റെ വാല്യൂ അതായത് യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ബൈ 2g വരും. അപ്പോൾ എച്ച് മാക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് വി നോട്ട് സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ 45 ബൈ 2g വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ സൈൻ സ്ക്വയർ 45 എന്ന് പറയുമ്പോൾ 1/2 വരും. സോ ബൈ 4g വരും. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആംഗുലാർ മൊമെൻറ്റം സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എൽ ഈസ് ഈക്വൽ ടു അപ്പോൾ ഇപ്പോൾ ലീനിയർ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ എം വി നോട്ട് ബൈ √2 ടൈംസ് എച്ച് മാക്സ് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി നോട്ട് ബൈ √2 ഇൻറ്റു വി സ്ക്വയർ ബൈ 4g. സോ എം ഇൻറ്റു വി നോട്ട് ക്യൂ ബൈ 4√2g വരും. അപ്പോൾ എം വി നോട്ട് ക്യൂ ബൈ 4√2g. അപ്പോൾ അതിൻ്റെ അകത്ത് അപ്പോൾ ഇനി അതിൻ്റെ നമുക്ക് കണ്ടുപിടിക്കുന്ന ഡയറക്ഷൻ പോലെ ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല ഡയറക്ഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡയറക്ഷൻ കണ്ടുപിടിക്കും. ഇപ്പോൾ ഇത് എക്സ് ഇത് വൈ ഡയറക്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ആർ ക്രോസ് പിയുടെ ഡയറക്ഷനാണ്. ഇത് ആർ ക്രോസ് പി എൽ അലോങ് ആർ ക്രോസ് പി ആണ്. എൽ അലോങ് ഇപ്പോൾ നോക്കുക ഇതാണ് നമ്മുടെ ആർ, ഇതാണ് ആർ വെക്ടർ, ഇതാണ് പി വെക്ടർ. അപ്പോൾ ഞാൻ ഈ രണ്ട് വെക്ടറാണ് ഒരു പോയിന്റിൽ വരയ്ക്കുകയാണ്. പി ഇവിടെ ആർ ഇവിടെ ആർ വെക്ടർ ഇവിടെ പി വെക്ടർ ഇവിടെ. ഓക്കെ. ഇപ്പോൾ നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യുമ്പോൾ ഇത് നോക്കുക ആർ ടു പി റൊട്ടേറ്റ് ചെയ്യണം. ഇത് നോക്കുക ഇത് പി ഇങ്ങനെ ഇത് ആർ ടു പി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ തമ്പ് നോക്കുക തമ്പ് ഈ ഡയറക്ഷൻ ആയിരിക്കും ഇൻറ്റു ദ പ്ലെയിൻ ആയിരിക്കും. നോക്കി ഇത് ആർ വെക്ടർ ഇങ്ങനെ പി വെക്ടർ ആർ ടു പി ഞാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ തമ്പിൻ്റെ ഡയറക്ഷൻ അത് ഇൻറ്റു ദ പ്ലെയിൻ ആയിരിക്കും. തമ്പ് ഈസ് ഇൻറ്റു ദ പ്ലെയിൻ. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ എക്സ് വൈ അപ്പോൾ ഇസഡ് ആക്സ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ പ്ലെയിൻ. ഇസഡ് എന്ന് പറയുമ്പോൾ അത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആയിരിക്കും. നമുക്ക് കിട്ടുന്ന എൽ ഇൻറ്റു ദ പ്ലെയിനാണ് കിട്ടുന്നത്. എൽ ഈസ് ഇൻറ്റു ദ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇത് നെഗറ്റീവ് ഇസഡ് ആക്സിസ് ആയിരിക്കും. അപ്പോൾ എൽ ഇൻറ്റു ദ പ്ലെയിൻ സോ ഇൻറ്റു ദ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഈ കേസിൽ അത് നെഗറ്റീവ് ഇസഡ് ആക്സിസ് ആയിരിക്കും. അപ്പോൾ എം വി നോട്ട് ക്യൂ ബൈ 4√2g നെഗറ്റീവ് സെഡ് ആയിരിക്കും എലോങ് നെഗറ്റീവ് സെഡ് അപ്പോൾ അങ്ങനെ വരുന്ന ഓപ്ഷൻ നോക്കാം എം വി നോട്ട് ക്യൂ ബൈ 4√2g അലോങ് നെഗറ്റീവ് സെഡ് ആക്സിസ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ 4. ഓക്കെ. ഇനി നമുക്ക് അടുത്ത് നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം. അപ്പോൾ അത് ഓർത്തിരിക്കുക. ഓക്കെ. അത് നമ്മുടെ ഈ ലീനിയർ മോഷനുള്ള ബോഡിക്കും നമുക്ക് ആംഗുലാർ മൊമെൻറ്റം ഡിഫൈൻ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു ലീനിയർ മൊമെൻറ്റം ടൈംസ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദ പോയിന്റ് ടു ദ ലൈൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. ആ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ ഇത് കണ്ടുപിടിക്കാം, ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മുടെ റൈറ്റ് ഹാൻഡ് ഈ സ്ക്രൂ റൂൾ യൂസ് ചെയ്താൽ മതി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9. In a Young's double slit experiment, interference experiment is performed using light consisting of 480 nanometer. ഒരു lambda 1 ന്റെ വാല്യൂ 480 നാനോമീറ്റർ. ആൻഡ് നെക്സ്റ്റ് ഇത് lambda 2 600 നാനോമീറ്റർ ആണ്. Wavelength to form interference patterns. The least number of bright fringes of 480 nanometer light that are required for the first coincidence with the bright fringes formed by 600 nanometer light is. അപ്പോൾ രണ്ട് ലൈറ്റ് ഇങ്ങനെ യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടിൻ്റെയും കൂടെ ഈ ബ്രൈറ്റ് ഫ്രിഞ്ച് കോയിൻസൈഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ രണ്ടിൻ്റെയും കൂടെ ബ്രൈറ്റ് ഫ്രിഞ്ചസ് കോയിൻസൈഡ് ചെയ്യണമെങ്കിൽ ലീസ്റ്റ് നമ്പർ ഓഫ് എത്രാമത്തെ ഇതിൻ്റെ ബ്രൈറ്റ് ഫ്രിഞ്ചാണ് മറ്റേതിൻ്റെ രണ്ട് ബ്രൈറ്റ് ഫ്രിഞ്ച് ക്രോസ് ചെയ്യാണ് കോയിൻസൈഡ് ചെയ്യുന്നു. അപ്പോൾ y1ൻ്റെ ഇക്വേഷൻ y1ൻ്റെ ലൊക്കേഷൻ നോക്കി ഇങ്ങനെ n1 λ1 d/d എന്ന് എഴുതാം. സെയിം സെറ്റപ്പാണ്. y2 ഈസ് ഈക്വൽ ടു n2 λ2 d/d വരും. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ ബ്രൈറ്റ് ഫ്രിഞ്ച് കോയിൻസൈഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ y1 ഷുഡ് ബി ഈക്വൽ ടു y2 ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ n1 λ1 ഷുഡ് ബി ഈക്വൽ ടു n2 λ2 എന്ന് വരും. ഇപ്പോൾ λ1ൻ്റെ വാല്യൂ എഴുതും. n1 × 480 2 നാനോമീറ്ററുള്ള അപ്പോൾ യൂണിറ്റ് കൺവേർഷൻ ആവശ്യമില്ല. n1 480 ഈസ് ഈക്വൽ ടു n2 600 വരും. ഇപ്പോൾ ഇവിടെ 60 വെച്ചു. അപ്പോൾ ഇവിടെ നമുക്ക്
അതെനിക്ക് 120 വെച്ച് ഡിവൈഡ് ചെയ്യാം. 120 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ N1 × 4 വരും, ഇത് N2 × 5 വരും. കാരണം ഡിവൈഡ് ബൈ 120 വെച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുക, ഈ N1 N14 ഈസ് ഈക്വൽ ടു N2 5. ഇവിടെ നോക്കുക ഇവിടെ N1ൻ്റെ വാല്യൂ 5ഉം സപ്പോസ് N1ൻ്റെ വാല്യൂ 5ഉം ആൻഡ് N2ൻ്റെ വാല്യൂ 4 വരുമ്പോൾ നോക്കുക, ഇത് ഈക്വൽ ആയിരിക്കില്ലേ? അത് N1ൻ്റെ വാല്യൂ 5 വരുമ്പോൾ 5 × 4 20 വരും, N2ൻ്റെ വാല്യൂ 4 വരുമ്പോൾ 4 × 5 20 വരും. അതായത് ഫിഫ്ത്ത് ബ്രൈറ്റ് ഫ്രിഞ്ച്, ഓക്കെ, ഈ കേസ് നോക്കുക, ഫിഫ്ത്ത് ബ്രൈറ്റ് ഫ്രിഞ്ച് ഓഫ് 480 coincide with fourth bright fringe of അപ്പോൾ നോക്കുക, ഫിഫ്ത്ത് ബ്രൈറ്റ് ഫ്രിഞ്ച് ഇവിടെ നോക്കുക N14 = N25 എന്ന് വന്നു. അപ്പോൾ നോക്കുക ഇവിടെ N1ൻ്റെ വാല്യൂ 5 N2ൻ്റെ വാല്യൂ 4 വരുമ്പോൾ ഇത് രണ്ട് ഈക്വൽ ആയിട്ട് വരും. അപ്പോൾ ഫിഫ്ത്ത് ബ്രൈറ്റ് ഫ്രിഞ്ച് ഓഫ് 480 coincide with ഫോർത്ത് ബ്രൈറ്റ് ഫ്രിഞ്ച് ഓഫ് 600 നാനോമീറ്റർ. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് 480യുടെ ഫിഫ്ത്ത് ആയിരിക്കണം. ഇനി അടുത്ത് നോക്കുക, ഇത് ഇവിടെ N2ൻ്റെ വാല്യൂ സപ്പോസ് ഇനി അടുത്ത കോയിൻസൈഡ് വരുന്നത് ഏതാ ചോദിക്കുകയാണെങ്കിൽ, N1ൻ്റെ വാല്യൂ 10ഉം N2ൻ്റെ വാല്യൂ 8ഉം വരുമ്പോൾ നോക്കുക, 10 × 4 എന്ന് പറയുമ്പോൾ 40 വരും, 8 × 5ഉം 40 വരും. അപ്പോൾ നെക്സ്റ്റ് കോയിൻസൈഡ് ചെയ്യുന്ന 10th ബ്രൈറ്റ് ഫ്രിഞ്ച് ഓഫ് 480ഉം 8th ബ്രൈറ്റ് ഫ്രിഞ്ച് ഓഫ് 600 ആയിരിക്കും. പിന്നെ അത് അങ്ങനെ ഓർഡറിൽ പോകും, ഇതിൻ്റെ ഇൻറ്റിജർ മൾട്ടിപ്പിളിൽ അങ്ങ് പോകും. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഏറ്റവും കുറഞ്ഞ ഹൈറ്റ് കിട്ടണമെങ്കിൽ ഫിഫ്ത്ത് ബ്രൈറ്റ് ഫ്രിഞ്ച് ഓഫ് 480 നാനോമീറ്റർ കോയിൻസൈഡ് വിത്ത് ഫോർത്ത് ബ്രൈറ്റ് ഫ്രിഞ്ച് ഓഫ് 600 നാനോമീറ്റർ ആയിരിക്കണം. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 480യുടെ 480യുടെ ദ ലീസ്റ്റ് നമ്പർ ഓഫ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഓഫ് 480 നാനോമീറ്റർ ലൈറ്റ് ദാറ്റ് ആർ റിക്വയർഡ് ഫോർ ദ ഫസ്റ്റ് കോയിൻസൈഡൻസ് വിത്ത് ബ്രൈറ്റ് ഫ്രിഞ്ചസ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 ആണ്, 480യുടെ ഫിഫ്ത്ത് ആയിരിക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 34 അല്ലെങ്കിൽ 9 ഓപ്ഷൻ, അതിൻ്റെ ആൻസർ ഓപ്ഷൻ 4 അല്ലെങ്കിൽ ആൻസർ 5 വരും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. A car of mass moves on a bank road having radius r and banking angle theta to avoid slipping from bank road. The maximum permissible speed of the car is v0. The coefficient of friction mu between the wheels of the car and the bank road is. അപ്പോൾ അതിൻ്റെ ഇത് നിങ്ങൾക്ക് ഇക്വേഷൻ ഡയറക്റ്റ് അറിയാമെങ്കിൽ പെട്ടെന്ന് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. ഇവിടെ കാർ ഇങ്ങനെ വരുന്നു, അപ്പോൾ ഇവിടുത്തെ നോർമൽ റിയാക്ഷൻ n ഇങ്ങോട്ട്, ഫ്രിക്ഷൻ ഇങ്ങോട്ട്, ഫ്രിക്ഷൻ ഈ ഡയറക്ഷനിൽ വരും. അപ്പോൾ ഇതിനെ നമ്മൾ ഫോഴ്സ് മാത്രമായിട്ട് നമ്മളൊന്ന് നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ ഇൻക്ലൈൻ പ്ലെയിൻ ഇങ്ങനെ വരും, ഇത് നമ്മുടെ ഇൻക്ലൈൻ പ്ലെയിൻ. ഇതിൻ്റെ അകത്ത് നോർമൽ റിയാക്ഷൻ വരും. ഇത് നമ്മുടെ പി ആംഗിൾ തീറ്റ. അപ്പോൾ ഇവിടെ നമ്മുടെ ഫ്രിക്ഷൻ വരും. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഒക്കെ ആക്കുമ്പോൾ ഇത് ഇങ്ങനെ ഒരു n cos θ വരും, n cos θ മുകളിലോട്ട്, mg താഴത്തോട്ട്. ഫ്രിക്ഷൻ എടുക്കുമ്പോൾ ഫ്രിക്ഷൻ്റെ ഇങ്ങനെ ഒരു കമ്പോണൻ്റ് വരും, ഫ്രിക്ഷൻ്റെ f cos θ. ഇത് തീറ്റയാകുമ്പോൾ f cos θ ഈ ഡയറക്ഷനിൽ. അതുപോലെ ഇത് n cos θ എങ്ങനെയാണെങ്കിൽ n sin θ ഡയറക്ഷനിൽ, n sin θ. അപ്പോൾ f cos θ, അതുപോലെ f cos θ n sin θ ഡയറക്ഷനിൽ, n cos θ മുകളിലോട്ട്, താഴത്തോട്ട് f sin θ വരും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ n cos θ, ഓക്കെ, n cos θ is equal to f sin θ plus mg വരും. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, n cos θ minus f sin θ is equal to mg എന്ന് വരും. അടുത്ത ഇക്വേഷൻ എഴുതുമ്പോൾ n sin θ plus f cos θ, n sin θ plus f cos θ is equal to mv²/r വരും. രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ n cos θ, ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ n sin θ plus f cos θ divided by n cos θ minus f sin θ is equal to
വി സ്ക്വയർ ബൈ ആർ ജി എന്ന് വരും. അപ്പോൾ ഇവിടെ വി നോട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഇനി വി നോട്ട് എടുക്കുന്നില്ല, ജസ്റ്റ് വി എന്ന് മാത്രമേ എടുക്കുന്നുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ സമയം പോകും. ഓക്കെ, ഓരോ സ്പേസ് എടുക്കേണ്ടി വരും. അപ്പോൾ വി നോട്ട് ഞാൻ ജസ്റ്റ് എടുക്കുന്നില്ല, വി സ്ക്വയറിന് എടുക്കുന്നുള്ളൂ. ഇനി നോക്കാം എഫ് ഈസിക്കൾ നമുക്ക് ഇവിടെ നോക്കുക. എഫ് ഈസിക്കൾ നമുക്ക് എഫ് ഈസിക്കൾ മ്യൂ ടൈംസ് എന്ന് എഴുതാം. എഫ് ഈസിക്കൾ ഫ്രിക്ഷൻ ഫോഴ്സ് ഈസിക്കൾ മ്യൂ ടൈംസ് നോർമൽ റിയാക്ഷൻ. അപ്പോൾ നമ്മൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സോ എൻ സൈൻ തീറ്റ പ്ലസ് മ്യൂ എൻ കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എൻ കോസ് തീറ്റ മൈനസ് മ്യൂ എൻ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ജി എന്ന് വരും. ഇവിടെ നോക്കി, ഇവിടെ എൻ കോമൺ ആയതുകൊണ്ട് എൻ ക്യാൻസൽ ചെയ്യാം. ഇനി ഇവിടുന്ന് നമുക്ക് ഞാൻ ഈ കോസ് തീറ്റ പുറത്തെടുക്കുക. കോസ് തീറ്റ പുറത്തെടുക്കുമ്പോൾ ഇവിടെ ടാൻ തീറ്റ വരും. അപ്പോൾ ഇവിടെ ഇക്വേഷൻ നമുക്ക് ടാൻ തീറ്റ പ്ലസ് മ്യൂ ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ജി എന്ന് വരും. ഇനി ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സോ ആർ ജി ടാൻ തീറ്റ സോ മ്യൂ ആർ ജി വി സ്ക്വയർ മ്യൂ ജി സോ മ്യൂ വി സ്ക്വയർ ടാൻ തീറ്റ എന്ന് വരും. മ്യൂ വി സ്ക്വയർ ടാൻ തീറ്റ എന്ന് വരും. കാര്യം മ്യൂ ടാൻ തീറ്റ വി സ്ക്വയർ വരും. ഇനി മ്യൂ ഉള്ള ടൈംസ് എല്ലാം കൂടെ അടുപ്പിച്ചിടുമ്പോൾ സോ മ്യൂ പുറത്തെടുക്കാം. കോഷ്യൻ ഫ്രിക്ഷൻ പുറത്തെടുക്കുമ്പോൾ നമുക്ക് ആർ ജി പ്ലസ് വി സ്ക്വയർ. ഇവിടെ മ്യൂ പറയും, ഇവിടെ ആർ ജി ഉണ്ട്. ഇവിടെ ഇത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ മ്യൂ പുറത്തെടുക്കുമ്പോൾ വി സ്ക്വയർ ടാൻ തീറ്റ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് ആർ ജി ടാൻ തീറ്റ വരും. അപ്പോൾ നമ്മുടെ മ്യൂ ഈസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് ആർ ജി ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ ജി പ്ലസ് വി സ്ക്വയർ ടാൻ തീറ്റ എന്ന് വരും. അപ്പോൾ മ്യൂയുടെ ഇക്വേഷൻ വി സ്ക്വയർ മൈനസ് ആർ ജി ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ ജി പ്ലസ് വി സ്ക്വയർ ടാൻ തീറ്റ എന്ന് വരും. അപ്പോൾ അങ്ങനെ വരുന്ന ഓപ്ഷൻ നോക്കാം. അപ്പോൾ ഇവിടെ വിയുടെ സ്ഥാനത്ത് വി നോട്ടാണ്, വിയുടെ സ്ഥാനത്ത് വി നോട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ വി നോട്ട് ജസ്റ്റ് എടുക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ വി നോട്ട് സ്ക്വയർ മൈനസ് ആർ ജി ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ ജി പ്ലസ് വി നോട്ട് സ്ക്വയർ ടാൻ തീറ്റ. അപ്പോൾ അങ്ങനെ വരുന്ന ഓപ്ഷൻ 3 ആണ്. ഇപ്പോൾ ഓപ്ഷൻ 3 തന്നെയാണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 10 ആൻസർ ഓപ്ഷൻ 3. അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ ഇത് എത്രയാണോ ക്വസ്റ്റ്യൻ നമ്പർ ക്വസ്റ്റ്യൻ നമ്പർ 35 അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 10 ആൻസർ ഓപ്ഷൻ 3 വരും. പിന്നെ നിങ്ങൾ അതിൻ്റെ കറക്റ്റ് ഇക്വേഷൻ നമുക്ക് ചിലപ്പോൾ നിങ്ങൾ വിയുടെ ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അതായത് മറ്റേ മാക്സിമം പെർമിസിബിൾ സ്പീഡ്, ആ വിയുടെ ഇക്വേഷൻ അറിയില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഡിറൈവ് ചെയ്തെടുത്താൽ മതി. ഇനി മാക്സിമം ഒപ്റ്റിമം സ്പീഡ് ആണെങ്കിൽ എനിക്ക് സ്ക്വയർ റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ വരും. കാരണം മ്യൂ ഈസ് ഈക്വൽ ടു 0 കൊടുത്തിട്ട് ഒപ്റ്റിമം സ്പീഡ് എന്താണ് അതിൻ്റെ വിയർ ആൻഡ് ടെയർ കുറയ്ക്കാനുള്ള സ്പീഡ് ആണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ വരും. അല്ലാത്ത കേസിൽ നമുക്ക് ഇക്വേഷൻ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി അപ്പോൾ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 11. A uniform solid center of mass m and radius r rolls along an inclined rough plane of inclination 45 degree if it starts to roll from the top of the plane with the linear acceleration of the axis. Okay, ഇതിൻ്റെ ലീനിയർ ആക്സിലറേഷൻ a ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ a is equal to ഇക്വേഷൻ പറഞ്ഞിരുന്നത് a is equal to g sin theta ഡിവൈഡഡ് ബൈ 1 പ്ലസ് k സ്ക്വയർ ബൈ r സ്ക്വയർ ആണ്. അതിൻ്റെ ഡെറിവേഷൻ ഒന്നും പോകുന്നില്ല, നിങ്ങളത് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഡെറിവേഷൻ നമ്മൾ ആ ടോർക്ക് ഇക്വേഷനും മറ്റേ ഈ ഇക്വേഷൻ കൂടെ ചേർന്നിട്ടാണ്. അപ്പോൾ നമ്മൾ റോൾ ചെയ്ത് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. അപ്പോൾ എം ജി സൈൻ തീറ്റ മൈനസ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എ വരും. പിന്നെ അതുപോലെ തന്നെ ടോർക്ക് എഫ് ഇൻറ്റു ആർ ഈസ് ഈക്വൽ ടു ഐ ആൽഫ വരും. ഇവിടെ ആൽഫ എ ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു ആൽഫ എന്ന് വരും പ്യുവർ റോളിങ്ങിൻ്റെ കേസിൽ. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു ഇവിടെ ഐ എന്ന് പറയുമ്പോൾ എം കെ സ്ക്വയർ, ആൽഫ എന്ന് പറയുമ്പോൾ എ ബൈ ആർ സ്ക്വയർ വരും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എം ജി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു എം എ പുറത്തെടുക്കുമ്പോൾ 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ വരും. അപ്പോൾ എം ക്യാൻസൽ ആയി പോകും. എ ഈസ് ഈക്വൽ ടു അങ്ങനെയാണ് എ ഈസ് ഈക്വൽ ടു നമുക്ക് ജി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് വരുന്നത്. അപ്പോൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എ ഈസ് ഈക്വൽ ടു ഇവിടെ ആംഗിൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ആംഗിൾ 45 ഡിഗ്രി അല്ലേ? 45 ഡിഗ്രി, ഇൻക്ലിനേഷൻ 45 ഡിഗ്രി. സോ ജി സൈൻ 45. ഇപ്പോൾ ഇവിടെ സോളിഡ് സിലിണ്ടർ ആകുമ്പോൾ അതിൻ്റെ കെയുടെ വാല്യൂ കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു കെ സ്ക്വയർ. ഓക്കെ, സോളിഡ് സിലിണ്ടർ കേസിൽ കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ ബൈ 2 ആണ്. കാരണം അതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ ഓഫ് സോളിഡ് സിലിണ്ടർ എം ആർ സ്ക്വയർ ബൈ 2. അപ്പോൾ കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ ബൈ 2 വരും. അപ്പോൾ ഇവിടെ ആർ സ്ക്വയർ ബൈ 2 ബൈ ആർ സ്ക്വയർ. അപ്പോൾ ജി ബൈ √2
മൈനസ് 1 പ്ലസ് 1/2 വരും. അപ്പോൾ ഇവിടെ 2g/√2/3 വരും. അപ്പോൾ √2g/3 √2g/3. അപ്പോൾ അങ്ങനെ വരുന്നത് ആൻസർ √2g/3 ആൻസർ ഓപ്ഷൻ 3 വരും. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3. ക്വസ്റ്റ്യൻ നമ്പർ 11 അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 36 ആൻസർ ഓപ്ഷൻ 3 വരും, √2g/3. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 12. ഓക്കെ, നോക്കുക, ഇവിടെ തിൻ പ്ലെയിൻ ഓഫ് കോൺവെക്സ് ലെൻസ് മെയ്ഡ് ഓഫ് എ ഗ്ലാസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ഈസ് ഇമേഴ്സ്ഡ് ഇൻ എ ലിക്വിഡ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.2. So when plain side of the lens is silver coated for a complete reflection, the lens is immersed in a liquid behave like a concave mirror of focal length 0.2 meter, the radius of curvature of the curved surface of the lens. അപ്പോൾ അതിന് ഇതിന് ചിലപ്പോൾ നിങ്ങളൊരു റെഡിമെയ്ഡ് ഒരു ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ടായിരിക്കും. ഞാൻ ആ ഇക്വേഷൻ ഇല്ലാതെ ഇതെങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇക്വേഷൻ അറിയാമെങ്കിൽ നിങ്ങൾ ഓക്കെ. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഇത് സിൽവർ ചെയ്തു. ഇപ്പോൾ ഇതിൻ്റെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു റേ വരുവാണെങ്കിൽ, ഇൻഫിനിറ്റിയിൽ നിന്ന് നമുക്കൊരു റേ വന്നാൽ റേ ഇങ്ങനെ വന്നു. അപ്പോൾ അത് ഇവിടുന്ന് റിഫ്രാക്ഷൻ ചെയ്യും, പിന്നെ ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യും, പിന്നെ ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഇവിടെ ഫോക്കസ് ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് നടക്കണേ? ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഒരു റിഫ്രാക്ഷൻ ഉണ്ട്, ഇവിടെ ഒരു റിഫ്രാക്ഷൻ, അത് 1 എടുക്കാം. ഇവിടെ റിഫ്ലക്ഷൻ, പിന്നെ ഇവിടെ അടുത്ത റിഫ്രാക്ഷൻ. ഓക്കെ, ഇവിടെ 2 റിഫ്രാക്ഷനും ഒരു റിഫ്ലക്ഷനും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇൻസിഡന്റ് റേയുടെ ഡയറക്ഷൻ ഇതാണ്. നമ്മുടെ ഇൻസിഡന്റ് റേയുടെ ഡയറക്ഷൻ, ഈ ഡയറക്ഷൻ പോസിറ്റീവ്, ഇതാണ് നമ്മുടെ ഇൻസിഡന്റ് റേ. അപ്പോൾ ഇത് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ബിഹേവ് ലൈക്ക് എ കോൺകേവ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത്. 0.2 മീറ്റർ. അപ്പോൾ ഒരു ഇൻഫിനിറ്റി എന്നൊരു റേ വരുവാണെങ്കിൽ, അതായത് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി, യു അറ്റ് ഇൻഫിനിറ്റി ആണെങ്കിൽ ഫൈനൽ ഇമേജ് അറ്റ് ഈ കേസിലത് യു ഈസ് ഈക്വൽ, അതായത് ഒബ്ജക്റ്റ് അറ്റ് ഇൻഫിനിറ്റി ഫൈനൽ ഇമേജ് വി അറ്റ് 0.2 മീറ്റർ ആണ്. അതായത് ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് ഇത് ബിഹേവ് ലൈക്ക് എ കോൺകേവ് മിറർ ഓഫ് ഫോക്കൽ ലെങ്ത് 0.2. നമ്മളൊരു ഒബ്ജക്റ്റിൽ നിന്നൊരു റേ വരുവാണെങ്കിൽ, ഇൻഫിനിറ്റിയിൽ നിന്നൊരു റേ വരുമ്പോൾ അപ്പോൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഒക്കെ ഇൻഫിനിറ്റി ആയിട്ട് എടുക്കാം. ഇൻഫിനിറ്റിയിൽ നിന്നൊരു റേ വരുമ്പോൾ ഈ ആഫ്റ്റർ 2 റിഫ്രാക്ഷനും ഒരു റിഫ്ലക്ഷന് ശേഷം ആ ഫൈനൽ ഇമേജ് ഫോം ചെയ്യുന്ന ഫോക്കൽ ലെങ്ത്തിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ഫൈനൽ ഇമേജ് അറ്റ് 0.2 മീറ്റർ. അപ്പോൾ നോക്കി, ഇതാണ് ഇൻസിഡന്റ് റേ. ഇൻസിഡന്റ് റേയുടെ ഡയറക്ഷൻ പോസിറ്റീവ് ആണ്. അപ്പോൾ ഫൈനൽ ഇമേജ് വിയുടെ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു -0.2 ആയിരിക്കും. കാരണം ഇതാണ് ഇൻസിഡന്റ് ഡയറക്ഷൻ. നമ്മൾ ഈ പോയിന്റ് നമ്മൾ ഈ മിററിൻ്റെ കേസിൽ ഇത് എടുക്കുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസ് 0.2 വരും. ഫൈനൽ ഇമേജ് 0.2. കാരണം നമ്മൾ മെഷർ ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ്. ഇതാണ് നമ്മുടെ മെഷർമെൻറ്റിൻ്റെ ഡയറക്ഷൻ. പക്ഷേ ഇൻസിഡന്റ് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇത് -2 ആയിരിക്കും. ഫൈനൽ ഇമേജ് ഈസ് അറ്റ് വി ഈസ് ഈക്വൽ ടു -0.2. അപ്പോൾ സൈൻ കൺവെൻഷൻ മറന്നു വരുത്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ ഇക്വേഷൻ എഴുതാം. ഫസ്റ്റ് റിഫ്രാക്ഷൻ ഇക്വേഷൻ എഴുതാം. ഫസ്റ്റ് റിഫ്രാക്ഷൻ എഴുതുമ്പോൾ നമുക്ക് n2 - v മൈനസ് n1/u ഈസ് ഈക്വൽ ടു n2 - n1/r എന്ന് വരും. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ n2/v, n2 എന്ന് പറയുമ്പോൾ 1.5 അപ്പോൾ ഫസ്റ്റ് ഇമേജ് ആയതുകൊണ്ട് v1 എഴുതാം. 1.5/v n1 n1ൻ്റെ വാല്യൂ ലിക്വിഡ് അല്ലേ, ലിക്വിഡിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.2. ഇവിടുത്തെ n1 1.2, n2 1.5 വരും. ബൈ ഇൻഫിനിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു 1.5 - 1.2 r എടുക്കുമ്പോൾ ആറിൻ്റെ റേഡിയസ് എടുത്ത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഈ 6 മെഷർ ചെയ്യുമ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അത് പോസിറ്റീവായിട്ട് വരും. r ഈസ് ഈക്വൽ ടു ആറിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നോക്കി ഇത് 0 വരും. സോ 3/2 v1 ഈസ് ഈക്വൽ ടു 0.3/r വരും. അപ്പോൾ ആറിൻ്റെ വാല്യൂ v1 ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കാം. ഇവിടെ v1 ഈസ് ഈക്വൽ ടു ഇവിടെ 10 വരും. 10/2. ഓക്കെ, സോ ഇവിടെ 10, സോ 5r വരും. v1ൻ്റെ വാല്യൂ നമുക്ക് 5r വരും. ഇവിടെ നോക്കി, ഇവിടെ 10 വരും. 10/2 5. അപ്പോൾ v1 ഈസ് ഈക്വൽ ടു 5r വരും. നെക്സ്റ്റ് ഫസ്റ്റ് റിഫ്ലക്ഷൻ. ഇനി അടുത്ത റിഫ്ലക്ഷൻ അറ്റ് പ്ലെയിൻ മിറർ ആണ്. അപ്പോൾ റിഫ്ലക്ഷൻ അറ്റ് പ്ലെയിൻ മിറർ. ഇനി അടുത്ത റിഫ്ലക്ഷൻ, ഫസ്റ്റ് റിഫ്ലക്ഷൻ
അപ്പോൾ ഇവിടെ നോക്കുക റിഫ്ലക്ഷൻ ഇതിൻ്റെ അടുത്ത ഫൈനൽ ഇമേജ്. ഓക്കെ, ഫൈനൽ ഇമേജ് ഇതിൻ്റെ കേസിൽ ഈ V1 ആക്ട്. ഓക്കെ, ഈ ഇമേജ് ആയിരിക്കും, ഈ ഫോം ചെയ്യുന്ന ഇമേജ് വിൽ ആക്ട് ലൈക്ക് ആൻ വിർച്വൽ ഒബ്ജക്റ്റ് ആയിരിക്കും. ഈ ഫസ്റ്റ് റിഫ്രാക്ഷൻ ശേഷം ഫോം ചെയ്യുന്ന ഇമേജ് വിൽ ആക്ട് ലൈക്ക് ആൻ വിർച്വൽ ഒബ്ജക്റ്റ്. അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ ഇത് വരും. അപ്പോൾ ഇതിൻ്റെ ഇമേജ് V2 ഈസ് ഈക്വൽ ടു, പ്ലെയിൻ മിററിൻ്റെ കേസിൽ V2 ഈസ് ഈക്വൽ ടു -V1 ആണ്. ഈ കേസിൽ V2 ഈസ് ഈക്വൽ ടു നമുക്ക് -5R വരും. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടുത്തെ ഒബ്ജക്റ്റ് ഇവിടെയാണെങ്കിൽ ഒബ്ജക്റ്റ് ഈസ് അറ്റ് 5R ആണെങ്കിൽ ഇതിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്നത് -5R അപ്പോൾ നമുക്ക് അതിന് ശേഷം V2 ഈസ് ഈക്വൽ ടു -5R കിട്ടി. ഇത് നമുക്ക് സെക്കൻഡ് റിഫ്രാക്ഷൻ, ഇതിന് അടുത്ത് സെക്കൻഡ് റിഫ്രാക്ഷൻ വരും. സെക്കൻഡ് റിഫ്രാക്ഷൻ. അപ്പോൾ സെക്കൻഡ് റിഫ്രാക്ഷൻ എടുക്കുമ്പോൾ നോക്കുക, അതിപ്പോൾ ഈ സർഫസിലാണ് സെക്കൻഡ് റിഫ്രാക്ഷൻ വരുന്നത്. അപ്പോൾ ഫൈനൽ ഇമേജ് ഇവിടെ ഫൈനൽ ഇമേജ് ഇൻ N2 ആണ്. ഫൈനൽ ഇമേജ് ഇൻ N1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1.2. ഇവിടെ ഒബ്ജക്റ്റ് ഇൻ N2 ആണ്. ഒബ്ജക്റ്റ് ഇൻ N2ലാണ്. കാരണം നമ്മുടെ ആ ഫസ്റ്റ് ഈ റിഫ്ലക്ഷൻ ശേഷം ഇമേജ് ഫോം ചെയ്യുന്ന N2ലായിട്ടാണ് തന്നെ നമ്മൾ എടുക്കുന്നത്. ഇനി N2ന്ന് ആ ഒബ്ജക്റ്റ് N2ൽ ഫോം ചെയ്ത ഇമേജ് ഉണ്ടല്ലോ, അത് ഇറ്റ് വിൽ ആക്ട് ലൈക്ക് ആൻ ഒബ്ജക്റ്റ് ഫോർ ദ സെക്കൻഡ് റിഫ്രാക്ഷൻ. നമുക്ക് ഫൈനൽ ഇമേജ് കിട്ടുന്ന N1 ആണ്, അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇമേജ് ഫോം ചെയ്തുകൊണ്ടാണ് ഇത് ഇറ്റ് വിൽ ആക്ട് ലൈക്ക് കോൺകേവ് മിറർ ഫോക്കൽ ലെങ്ത്. അപ്പോൾ ഇവിടുത്തെ ഫൈനൽ ഇമേജ് V ഈസ് ഈക്വൽ ടു -0.2 ആണ്. V ഈസ് ഈക്വൽ ടു -0.2. അത് ഫോം ചെയ്യുന്നത് N1ലാണ്. അപ്പോൾ നമുക്ക് N1/V മൈനസ് N2/ ഇവിടുത്തെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് പറയുമ്പോൾ V2, N2/V2 മൈനസ് N1 മൈനസ് N2/R വരും. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുക, ഇവിടെ നിന്ന് നമ്മൾ ഇതാണ് നമ്മുടെ ഇമേജ്. ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷൻ മാറ്റമല്ല, നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞ്. കാരണം ഇൻസിഡൻറ്റ് റേ വരുന്നത് ഇൻഫിനിറ്റി എന്നാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പോസിറ്റീവ് ഡയറക്ഷൻ. കാരണം ഇവിടെ നമ്മൾ R മെഷർ ചെയ്യുന്ന ഈ ഡയറക്ഷനാണ്, ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷൻ തന്നെയാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ R പോസിറ്റീവ് തന്നെയായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുക N1/V, N1 എന്ന് പറയുമ്പോൾ 1.2/, വിയുടെ വാല്യൂ -0.02 മൈനസ് N2 എന്ന് പറയുമ്പോൾ അത് 1.5 ഡിവൈഡഡ് ബൈ ഇവിടെ V2ൻ്റെ വാല്യൂ -5R ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കാം, ഇവിടെ N1 എന്ന് പറയുമ്പോൾ 1.2 മൈനസ് 1.5 ഡിവൈഡഡ് ബൈ R വരും. ഇവിടെ ചെയ്യുമ്പോൾ ഇവിടെ -6 വരും. -6 ഇത് 0.3/R 0.3 ഇവിടെ -0.3 വരും. ഇവിടെ -0.3/R വരും. ഇതിങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ 0.3/R പ്ലസ് 0.3/R ഈസ് ഈക്വൽ ടു 6 എന്ന് വരും. അപ്പോൾ 0.6/R ഈസ് ഈക്വൽ ടു 6. അപ്പോൾ റേഡിയസ് ഒക്കെ അറിയിച്ച് R ഈസ് ഈക്വൽ ടു 0.6/6 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.1. അപ്പോൾ റേഡിയസ് ഒക്കെ കർവേച്ചർ ഈസ് ഈക്വൽ ടു 0.1 മീറ്റർ വരും. മീറ്റർ, അതായത് 0.6. ഓക്കെ, ഈക്വേഷൻ സോൾവ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ 0.3/R പ്ലസ് 0.3/R, അപ്പോൾ 0.6/R ദാറ്റ് ഈസ് ഈക്വൽ ടു 6 എന്ന് വരും. അപ്പോൾ R ഈസ് ഈക്വൽ ടു 0.6/6 0.1 വരും. ഓക്കെ, അതിൻ്റെ ആൻസർ 0.1 ഓപ്ഷൻ ഉണ്ടോ നോക്കാം. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, 0.1. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 37 അല്ലെങ്കിൽ 12, അതിൻ്റെ ആൻസർ 0.1 അല്ലെങ്കിൽ ഓപ്ഷൻ 2 വരും. അപ്പോൾ ഇതിപ്പോൾ രണ്ട് റിഫ്രാക്ഷനും ഒരു റിഫ്ലക്ഷനും ആ മെത്തേഡിലാണ് ചെയ്ത്. ഇനി ഇതിൻ്റെ ഏതൊരു ഇങ്ങനെ ഒരു കേസ് ഒരു സിൽവർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫോക്കൽ ലെങ്ത്തിന് ഒരു ഇക്വേഷൻ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഓർക്കണില്ല. അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ രണ്ട് റിഫ്രാക്ഷൻ ഒരു റിഫ്ലക്ഷനുമായിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി അപ്പോൾ അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 13. A particle executing a simple harmonic motion with a time period 2 seconds and amplitude 1 centimeter. ഇവിടെ നോക്കുക, അത് ഒരു മീൻ പൊസിഷൻ. ഓക്കെ, ഇത് x ഈസ് ഈക്വൽ ടു 0 എന്ന് 1 സെക്കൻഡ് ഒരു 1. ഓക്കെ, ഇവിടുന്ന് എൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇതിൻ്റെ ടൈം പീരീഡ്. ഓക്കെ, ഇതിൻ്റെ ടൈം പീരീഡ് t ഈസ് ഈക്വൽ ടു 2 സെക്കൻഡ് ആണ്. അപ്പോൾ x ഈസ് ഈക്വൽ ടു മീൻ പൊസിഷനിൽ നിന്ന് ഫസ്റ്റ് ആംപ്ലിറ്റ്യൂഡിലൂടെ എടുക്കുന്ന ടൈം t/4 ആണ്. അപ്പോൾ t/4 എന്ന് പറയുമ്പോൾ അത് 0.5 സെക്കൻഡ് വരും. അപ്പോൾ ഇവിടെ 1 സെൻറ്റിമീറ്റർ ആയി. പിന്നെ തിരിച്ചു വരാൻ അതും t/4 0.5 സെക്കൻഡ് എടുക്കും. പിന്നെ ഇങ്ങോട്ടേക്കും 0.5 സെക്കൻഡ് എടുക്കുക, അടുത്ത എക്സ്ട്രീമെൻറ്റിലോട്ട് പോകും. പിന്നെ ഇവിടെ നിന്ന് അടുത്ത 0.5 എടുക്കുമ്പോൾ അത് മീൻ പൊസിഷനിലോട്ട് വരും. അപ്പോൾ 2 സെക്കൻഡ് കൊണ്ട് in one time period, in one period ഡിസ്റ്റൻസ് കവേർഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുക 1, 2,
3 4 ഡിസ്റ്റൻസ് കവേർഡ് 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. കാരണം 0 നിന്ന് 1 പോകാൻ T/4 ആണ്. അതായത് 0.5 സെക്കൻഡ് കൊണ്ട് 1 സെൻറ്റിമീറ്റർ കവർ ചെയ്തു. പിന്നെ അടുത്തതിൽ വരുമ്പോൾ പിന്നെ 1 സെൻറ്റിമീറ്റർ കവർ ചെയ്തിട്ടാണ് മീൻ ബസ്സിലോട്ട് വന്നത്. പിന്നെ അടുത്തതിൽ പിന്നെ 1 സെൻറ്റിമീറ്റർ കവർ ചെയ്തിട്ട് അടുത്ത എക്സ്ട്രീമിലോട്ട് പോയി. പിന്നെ 1 സെൻറ്റിമീറ്റർ കവർ ചെയ്തിട്ട് മീൻ ബസ്സിലോട്ട് വന്നു. അപ്പോൾ ഒരു ടൈം പീരീഡിൽ ഒരു 1 സൈക്കിൾ അത് കംപ്ലീറ്റ് ചെയ്ത് അത് കവർ ചെയ്ത് 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 12 സെക്കൻഡ്. ഓക്കെ, 12 സെക്കൻഡ് എടുക്കുമ്പോൾ 12 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 12 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 12/2 വരും. 4 ഇൻറ്റു 6 24 മീറ്റർ വരും. 12 സെക്കൻഡ് കൊണ്ട് 24 മീറ്റർ വരും. അപ്പോൾ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ അടുത്ത് 12.5 വരുമ്പോൾ 24 + 1 കൂടെ വരും. 0.5 ഒരു 1 മീറ്റർ കൂടെ, അപ്പോൾ 25 സെൻറ്റിമീറ്റർ വരും. ഇപ്പോൾ 12.5 സെക്കൻഡ് കൊണ്ട് അത് കവർ ചെയ്യുന്നത് 25 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി നോക്കുക ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 12 സെക്കൻഡ് എത്രയായിരിക്കും? ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 12 സെക്കൻഡ്. കാരണം പോയിട്ട് അതായത് 12 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 6 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ഒരു സൈക്കിളിന് 2 സെക്കൻഡാണ്. അപ്പോൾ 6 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കും. 12 സെക്കൻഡ് അത് 0 ആയിരിക്കും. പിന്നെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ നെക്സ്റ്റ് 0.5 സെക്കൻഡ് എന്ന് പറയുമ്പോൾ അത് 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 12.5 സെക്കൻഡ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 12.5 സെക്കൻഡ് എടുക്കുമ്പോൾ അത് 1 സെൻറ്റിമീറ്റർ ആയിരിക്കും. കാരണം 12 സെക്കൻഡ് കൊണ്ട് അതൊരു ഫുൾ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ തുടങ്ങിയോടത്ത് തന്നെ തിരിച്ചെത്തി. പിന്നെ ഒരു 5 സെക്കൻഡ് എടുക്കുമ്പോൾ പിന്നെ അത് അതിൻ്റെ മാക്സിമം എക്സ്ട്രീമിലോട്ട് പോകും. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 12.5 സെക്കൻഡ് 1 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. പക്ഷേ അതിൻ്റെ ഡിസ്റ്റൻസ് 25 ആയിരിക്കും. അതിൻ്റെ റേഷ്യോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ ഡിസ്പ്ലേസ്മെൻറ്റ് എടുക്കുമ്പോൾ ഡിസ്റ്റൻസ് ബൈ ഡിസ്പ്ലേസ്മെൻറ്റ് 25/1 ദാറ്റ് ഈസ് ഈക്വൽ ടു 25 വരും. അപ്പോൾ അതിൻ്റെ ആൻസർ 25 ഓപ്ഷൻ 2. അപ്പോൾ അതിൻ്റെ ആൻസർ 25 ഓപ്ഷൻ 2 വരും. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 13. ഓക്കെ, അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 വരും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോകും. Okay, a satellite is launched into a circular orbit of radius r around the Earth. A second satellite is launched into an orbit of radius 1.03 r. The time period of revolution of the second satellite is larger than the first one, approximately by. അപ്പോൾ അടുത്ത നമ്മുടെ ഇക്വേഷൻ എഴുതുമ്പോൾ T square proportional to r cube എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാം. ഫസ്റ്റ് കേസിൽ T square ബൈ നെക്സ്റ്റ് കേസിൽ T square by T square is equal to r cube by 1.03 r cube എന്ന് വരും. അപ്പോൾ T square is equal to T square into 1.03 ക്യൂബ് വരും. അപ്പോൾ T dash is equal to T into 1.03 into 3/2 വരും. ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ബൈനോമിയൽ എക്സ്പാൻഷൻ യൂസ് ചെയ്യാം. 1 + x to the power n. എക്സിൻ്റെ വാല്യൂ ഭയങ്കര ചെറുതാകുമ്പോൾ നമുക്ക് 1 + nx യൂസ് ചെയ്യാം. അപ്രോക്സിമേറ്റ് ആയിട്ട് എടുത്താൽ മതി 1 + nx. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ T dash is equal to T into 1 + 3/2 into 0.03 വരും. So that is equal to T into 1 + 0.09/2 വരും. അപ്പോൾ T dash minus T എന്ന് പറയുമ്പോൾ T dash minus T is equal to T into 0.09/2. So T dash minus T by T that is equal to 0.09/2. ഇതിൻ്റെ പെർസെൻറ്റേജ് ആയിട്ട് എടുക്കുമ്പോൾ T dash minus T by T into 100 ചെയ്യുമ്പോൾ അതിൻ്റെ പേഴ്സൻ്റ് ആയിട്ട് എടുക്കുമ്പോൾ 0.09/2 into 100. അപ്പം 9/2 വരും. 9/2 is equal to 4.5% വരും. അപ്പോൾ അതിൻ്റെ ആൻസർ അപ്രോക്സിമേറ്റ് നമ്മൾ എടുക്കുമ്പോൾ 4.5% വരും. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 39 അല്ലെങ്കിൽ 14 ആൻസർ ഓപ്ഷൻ 2 വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. A planar convex lens having a radius of curvature of first surface is. അപ്പോൾ planar convex ആണ്, ഒരു സൈഡ് പ്ലെയിനാണ്. അപ്പോൾ അതിൻ്റെ ഫോക്കൽ ലെങ്ത് ഓക്കെ 1/f is equal to നമുക്ക് μ-1 അല്ലെങ്കിൽ n-1 into 1/r എന്ന് മാത്രം എഴുതിയാൽ മതി. ഫസ്റ്റ് സർഫസ് അതിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ഫസ്റ്റ് സർഫസ് 2 cm exhibit a focal length f1 in air. Another planar convex lens with a first surface of radius of curvature 3 cm
as a focal length f2 when it is diminished in a liquid of refractive index 1.2. If both lenses are made of the same refractive index 1.5, then what is the ratio f1 and f2? അതാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ രണ്ടെണ്ണത്തിന് അപ്പോൾ ഇവിടുത്തെ നോക്കുക, ഇവിടുത്തെ ഫസ്റ്റ് കേസിൽ ഈ n2ൻ്റെ വാല്യൂ 1.5ഉം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓക്കെ ഫസ്റ്റ് ലെൻസ് ഇത് 1/f. ഈ സെക്കൻഡ് ലെൻസ് എടുക്കുമ്പോൾ അതൊരു ലിക്വിഡിലാണ്. ഇത് 1.5 ലിക്വിഡിൻ്റെ n1 എത്രയാണ് 1.2 ആണ്. അപ്പോൾ 1/f ഓക്കെ 1/f ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇത് സെക്കൻഡ് ലെൻസിൻ്റെ കേസ്. അപ്പോൾ 1/f ഈസ് ഈക്വൽ ടു സോ n2 - 1 ഇൻറ്റു സോ 1/2 വരും. അപ്പോൾ n2ൻ്റെ വാല്യൂ 1.5 ആണ്. സോ 1.5 - 1 എന്ന് പറയുമ്പോൾ 1.5 - 1 0.5 ഇൻറ്റു 1/2. സോ 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു സോ 1/4 വരും. 1/f ഈസ് ഈക്വൽ ടു 1/4 വരും. ഇനി 1/f2 എന്ന് പറയുമ്പോൾ 1.5 - 1.2 ഡിവൈഡഡ് ബൈ 1.2 ഇൻറ്റു 1/3 വരും. കാരണം ഇവിടെ ഒറ്റ ലെൻസുള്ളൂ, അപ്പോൾ 1/r1 മാത്രം മതി. അപ്പോൾ ഇവിടെ ഇതെടുക്കുമ്പോൾ 0.3 ബൈ 1.2 ഇൻറ്റു 1/3. ഇത് 1/4 ഓക്കെ 1/4 ഇൻറ്റു 1 ഓക്കെ 1/4 വരും. പിന്നെ 1/3 വരും. അപ്പോൾ നമ്മുടെ f1 ഈസ് ടു f2 ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റേഷ്യോ എടുക്കുമ്പോൾ 1/f2 മൈനസ് 1/f1 എടുക്കാം. 1/f2 മൈനസ് 1/f1 എടുക്കുക 1/4/3 ബൈ 1/4 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3. അപ്പോൾ f1/f2 എന്ന് പറയുമ്പോൾ 1/3 വരും. സോ f1 ഈസ് ടു f2 1:3 വരും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ 2 വരും. ക്വസ്റ്റ്യൻ നമ്പർ 15 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 2 വരും. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 16 പോകാം. ഓക്കെ an alternating current is given by I sin omega I is equal to IA sin omega t plus IB cos omega t. ഇത് RMS വാല്യൂ ഓഫ് കറണ്ട് ഒക്കെ അതിൻ്റെ RMS വാല്യൂ കണ്ടുപിടിക്കാനാണ്. ഇപ്പോൾ ഏതൊരു ക്വാണ്ടിറ്റിയുടെ RMS വാല്യൂ, ഇപ്പോൾ RMS വാല്യൂ IRMS ഈസ് ഈക്വൽ ടു അതിൻ്റെ ഇക്വേഷൻ വരുന്നത് √of I square dt ഇൻ്റഗ്രൽ I square dt ബൈ ഇൻ്റഗ്രൽ dt. ഇതാണ് ഏതൊരു ക്വാണ്ടിറ്റിയുടെ. ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ XRMS ഈസ് ഈക്വൽ ടു ഓർത്തിരിക്കുക ഇൻ്റഗ്രൽ എക്സ് സ്ക്വയർ dt ഡിവൈഡഡ് ബൈ ഇൻ്റഗ്രൽ dt ആയിരിക്കും. ഓക്കെ അതായിരിക്കണം RMS വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇപ്പോൾ ഇവിടെ നോക്കാം, ഇവിടെ IRMS ഈസ് ഈക്വൽ ടു √of ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ ഇത് I സ്ക്വയർ ഇൻ്റഗ്രൽ I സ്ക്വയർ എടുക്കുമ്പോൾ ഇതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ IA സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് IB സ്ക്വയർ സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് 2IA AB സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി ഇൻറ്റു ഇൻ്റഗ്രൽ dt ഡിവൈഡ് ബൈ ഇൻ്റഗ്രൽ dt വരും. അതായത് ഇൻ്റഗ്രൽ dt 0 to t എടുക്കുക 0 to t ഇത് 0 ഒരൊറ്റ സൈക്കിൾ ഒരു കംപ്ലീറ്റ് സൈക്കിൾ. അപ്പോൾ ഇതിൻ്റെ IRMS എടുക്കുമ്പോൾ അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ IA സ്ക്വയർ കോമൺ അല്ലേ, IA സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ ഒമേഗ ടി 0 to t dt വരും. അതുപോലെ IB സ്ക്വയർ ഇൻ്റഗ്രൽ കോസ് സ്ക്വയർ ഒമേഗ ടി 0 to ടൈം പീരീഡ് വരും. ഇത് 2IA IB എടുക്കാം. സോ 2IA IB ഇൻ്റഗ്രൽ സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി 0 to t വരും. ഡിവൈഡ് ബൈ ഇൻ്റഗ്രൽ 0 to t എന്ന് പറയുമ്പോൾ t തന്നെ വരും. കാരണം ഇൻ്റഗ്രൽ dt 0 to t ആണെങ്കിൽ അതിൻ്റെ ഫൈനൽ വാല്യൂ t തന്നെ വരും. ഇത് നോക്കുക, ഇത് നിങ്ങൾക്ക് ഓൾറെഡി മാത്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇൻ്റഗ്രൽ ഓഫ് സൈൻ സ്ക്വയർ ഒമേഗ ടി എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് 1 മൈനസ് കോസ് 2 ഒമേഗ ടി ബൈ 2 ഇൻറ്റു ഡി ടി എന്ന് എഴുതാം. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രേഷൻ എടുക്കുമ്പോൾ നമുക്ക് t/2 പ്ലസ് ഇതിൻ്റെ ഇൻ്റഗ്രൽ കോസ് 2 ഒമേഗ ടി ഫ്രം 0 to t എടുക്കുമ്പോൾ ഇതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. കാരണം ഇൻ്റഗ്രൽ ഓഫ് ഇപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക ഇൻ്റഗ്രൽ ഓഫ് കോസ് 2 ഒമേഗ ടി 0 to t അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതുപോലെ ഇൻ്റഗ്രൽ ഓഫ് സൈൻ 2 ഒമേഗ ടി 0 to t 0 ആയിരിക്കും.
ഈ കോസ് സ്ക്വയർ ഒമേഗ ടി നമുക്ക് ഇങ്ങനെ എഴുതാം. കോസ് സ്ക്വയർ ഒമേഗ ടി ആകുമ്പോൾ കോസ് സ്ക്വയർ ഒമേഗ ടി ആകുമ്പോൾ 1 പ്ലസ് കോസ് 2 ഒമേഗ ടി ബൈ 2 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ ഇൻ്റഗ്രൽ ഓഫ് കോസ് 2 ഒമേഗ ടി 0 to t 0 ആയിരിക്കും. കാരണം ഇവിടെ ചെയ്യുമ്പോൾ ഇവിടെ സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടിയുടെ ഞാൻ സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി നമുക്ക് സൈൻ 2 ഒമേഗ ടി ബൈ 2 എന്ന് വരും. അപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ കംപ്ലീറ്റ്ലി 0 ആയിരിക്കും. ഇതിൻ്റെ ഇൻ്റഗ്രൽ കംപ്ലീറ്റ്ലി 0 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ എടുക്കുമ്പോൾ ഇപ്പോൾ ഫൈനലി നമ്മുടെ ഇക്വേഷൻ IRMS ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് IA സ്ക്വയർ. കാരണം ഇതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ I സ്ക്വയർ ഓക്കെ ഇതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഈ ഇൻ്റഗ്രൽ സൈൻ സ്ക്വയർ ഒമേഗ ടി 0 to t ആണെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ t/2 ആയിരിക്കും. കാരണം 1 മൈനസ് കോസ് 2 ഒമേഗ ടി ബൈ 2 ആയിരിക്കും. അപ്പോൾ 1/2 dt അതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ t/2 വരും, മറ്റേതിൻ്റെ 0 വരും. അതുപോലെ തന്നെ സൈൻ സ്ക്വയർ ഓക്കെ കോസ് സ്ക്വയർ ഒമേഗ ടി ആകുമ്പോൾ ഇൻ്റഗ്രൽ ഓഫ് കോസ് സ്ക്വയർ ഒമേഗ ടി അതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ 1 പ്ലസ് കോസ് 2 ഒമേഗ ടി ബൈ 1 പ്ലസ് കോസ് 2 ഒമേഗ ടി ബൈ 2 അതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കണം 0 to t. അപ്പോൾ അതെടുക്കുമ്പോൾ 1/2 ഇൻറ്റു ടി പ്ലസ് ഇൻ്റഗ്രൽ ഓഫ് കോസ് 2 ഒമേഗ ടി വരും. ഇതിൻ്റെ ടൈം 0 ആയിരിക്കും. ഫൈനൽ നമുക്ക് t/2 വരും. അപ്പോൾ I സ്ക്വയർ ഇൻറ്റു t/2 പ്ലസ് IB സ്ക്വയർ ഇൻറ്റു t/2 വരും ബൈ ടി വരും. ഇപ്പോൾ ടി ക്യാൻസൽ ആയി പോകും. നമുക്ക് IRMS സ്ക്വയർ ഈസ് ഈക്വൽ ടു ടി ക്യാൻസൽ ആയി പോയിട്ട് IRMS സ്ക്വയർ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് IA സ്ക്വയർ ബൈ 2 പ്ലസ് IB സ്ക്വയർ ബൈ 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് IA സ്ക്വയർ പ്ലസ് IB സ്ക്വയർ ബൈ 2 വരും. സ്ക്വയർ റൂട്ട് ഓഫ് IA സ്ക്വയർ പ്ലസ് IB സ്ക്വയർ ബൈ 2 വരും. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 3. അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 വരും. ക്വസ്റ്റ്യൻ നമ്പർ 16 അല്ലെങ്കിൽ 41 അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 വരും. അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അത് നിങ്ങൾ അതിൻ്റെ മാത്തമാറ്റിക്സ് ഒക്കെ IRMSൻ്റെ വാല്യൂ സ്ക്വയർ റൂട്ട് ഓഫ് ഇൻ്റഗ്രൽ I സ്ക്വയർ ഡി ടി ഡിവൈഡ് ബൈ ഇൻ്റഗ്രൽ ഡി ടി ആയിരിക്കും. ആ ഡി ടി എന്ന് പറയുന്നത് 0 to t ഒരു 1 ടൈം ഇൻ്റർവൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിനകത്ത് ഈ കോസ് സ്ക്വയർ ഒമേഗ ടി അല്ലെങ്കിൽ സൈൻ സ്ക്വയർ അല്ലെങ്കിൽ കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ അതിൻ്റെ ഇൻ്റഗ്രൽ അതിൻ്റെ ഒരു ടൈം അതിൻ്റെ ഒരു സൈക്കിൾ ചെയ്യുമ്പോൾ അത് 1/2 ഒക്കെ ആയിരിക്കും. നിങ്ങൾ ഓൾറെഡി മാത്തമാറ്റിക്സിലൊക്കെ പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ ഇത് ഓക്കെ. An electron of mass m moves with the initial velocity v0 I in its electric field. അപ്പോൾ അതിൻ്റെ ഈയുടെ വാല്യൂ ഇലക്ട്രിക് ഫീൽഡ് E0 കെയിൽ ഇങ്ങനെ അതായത് ആദ്യം എക്സ് ഡയറക്ഷൻ, ഇത് നമ്മുടെ എക്സ് ഡയറക്ഷൻ. നമ്മുടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ നമുക്ക് വൈ ഡയറക്ഷൻ നമുക്ക് XY ഇങ്ങനെ എടുക്കുക. ഇത് Z X. ഇലക്ട്രോൺ E മൈനസ് ഇങ്ങനെ എൻ്റർ ചെയ്യുന്നു. ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനാണ്. EZ ഈ ഡയറക്ഷനിലാണ്, താഴത്തോട്ടാണ്. നമുക്ക് Z ഡയറക്ഷൻ മുകളിലോട്ടാണ്. അപ്പോൾ ഇലക്ട്രോൺ ആകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലല്ല, ഒരു പോസിറ്റീവ് ചാർജ് ആയിരുന്നെങ്കിൽ ഈ ഡയറക്ഷൻ മൂവ് ചെയ്തേനെ. ഇലക്ട്രോൺ ആകുമ്പോൾ കാരണം ഇവിടെ നെഗറ്റീവ് ചാർജ് പോസിറ്റീവ് ചാർജ് ഓക്കെ. അപ്പോൾ ഇലക്ട്രോൺ ആകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. Q × E ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. കാരണം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ പാത്ത് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ അത് VI വന്നു. ഇവിടുത്തെ അതിൻ്റെ വെലോസിറ്റി VI അതുപോലെ VZ വരും. അപ്പോൾ V at T എന്ന് പറയുമ്പോൾ VI V0 I പ്ലസ് VZK വരും. അപ്പോൾ അതിൻ്റെ വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് VT ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് V0 സ്ക്വയർ പ്ലസ് VZ സ്ക്വയർ വരും. അപ്പോൾ ഇതിൻ്റെ VZൻ്റെ വാല്യൂ VZ at any time ഈസ് ഈക്വൽ ടു UZ പ്ലസ് AZ ഇൻറ്റു T വരും. അപ്പോൾ UZൻ്റെ വാല്യൂ 0, AZ എന്ന് പറയുമ്പോൾ Q ഇൻറ്റു E0 ബൈ M ഇൻറ്റു T വരും. അപ്പോൾ V at any time എന്ന് പറയുമ്പോൾ V at any time സ്ക്വയർ റൂട്ട് ഓഫ് E0 സ്ക്വയർ പ്ലസ് Q സ്ക്വയർ E0 സ്ക്വയർ T സ്ക്വയർ ബൈ M സ്ക്വയർ വരും. അപ്പോൾ ഇതിൽ നമ്മൾ V0 പുറത്തെടുക്കുകയാണെങ്കിൽ V0 പുറത്തെടുക്കുമ്പോൾ V at any time ഈസ് ഈക്വൽ ടു V0 പുറത്തെടുക്കുമ്പോൾ ഇവിടെ 1 പ്ലസ് Q സ്ക്വയർ E0 സ്ക്വയർ T സ്ക്വയർ ബൈ M സ്ക്വയർ V0 സ്ക്വയർ വരും. അത് നമ്മളോട് കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? ഇനിഷ്യൽ ഡീബ്രോയ് വേവ് ലെങ്ത് ലാംഡ നോട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ആഫ്റ്റർ ടൈം T വുഡ് ബി
അല്ലെങ്കിൽ ഓക്കെ നമുക്ക് ഇനീഷ്യൽ ഓക്കെ ലാംഡ നോട്ടീസുകൾ നമുക്ക് എഴുതാം h/m ഇൻറ്റു വി നോട്ടാണ്. ലാംഡ നോട്ടീസുകൾ ആ h/p ആയിരിക്കും, h/p. അപ്പോൾ ലാംഡ നോട്ടീസുകൾ h/m ഇൻറ്റു വി നോട്ട്. ലാംഡ ടൈം ടി എന്ന് പറയുമ്പോൾ ലാംഡ ടൈം ടി ഈക്വൽ ടു h/m ഇൻറ്റു വി ടി വരും. അപ്പോൾ h m ഇൻറ്റു വി ടി, സോ m ഇൻറ്റു വി ടി എന്ന് പറയുമ്പോൾ നോക്കുക m ഇൻറ്റു വി അറ്റ് എനി ടൈം ആ ഇക്വേഷൻ ഇങ്ങനെ വരും. സോ ലാംഡ ടൈം ടി ഈക്വൽ ടു h/m ഇൻറ്റു വി ടി എന്ന് പറയുമ്പോൾ m ഇൻറ്റു വി നോട്ട് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് ക്യൂ സ്ക്വയർ ഇ സ്ക്വയർ ടി സ്ക്വയർ ബൈ എം സ്ക്വയർ വി നോട്ട് സ്ക്വയർ വരും. h/m വി നോട്ട് എന്ന് പറയുമ്പോൾ അത് ലാംഡ നോട്ടാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ നോട്ട് ബൈ 1 പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് ക്യൂ സ്ക്വയർ ഇ സ്ക്വയർ ടി സ്ക്വയർ ബൈ എം സ്ക്വയർ വി നോട്ട് സ്ക്വയർ വരും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ, അങ്ങനെ വരുന്ന ഒരു ഓപ്ഷൻ നോക്കാം. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നോക്കാം. അത് ലാംഡ നോട്ട് ബൈ ഓപ്ഷൻ 1 തന്നെ അടപ്പുണ്ട്. താഴെയാണ് ഡിനോമിനേറ്ററിലാണ് ഇത് വരുന്നത്. ഇത് നോക്കിയത് ഡിനോമിനേറ്ററിലാണ് വരുന്നത് h/m വി നോട്ട് ഇൻറ്റു ഇതാണ് വരുന്നത്. അപ്പോൾ h/m വി നോട്ട് എന്ന് പറയുമ്പോൾ ലാംഡ നോട്ടാണ്. അപ്പോൾ ലാംഡ നോട്ട് ഡിവൈഡഡ് ബൈ അപ്പോൾ വാല്യൂ ഡിനോമിനേറ്ററിലാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നത് ഓപ്ഷൻ 1 ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ 1 വരും. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 17 അല്ലെങ്കിൽ 42 ആൻസർ ഓപ്ഷൻ 1 വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 18 പോകാം. ഓക്കെ, എ പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ വാസ് മെയ്ഡ് വിത്ത് 2 റെക്ടാങ്കുലർ പ്ലേറ്റ്സ് ഈച്ച് with a length L is equal to 3 cm, breadth B is equal to 1 cm. The distance between the plate is 3 micrometer. അപ്പോൾ 2 കപ്പാസിറ്റർ പ്ലേറ്റ്. അപ്പോൾ അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ is equal to L into B. അതിൻ്റെ ഡെപ്തും അതിൻ്റെ വിഡ്ത്തും തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ കപ്പാസിറ്റൻസ് C is equal to സിയുടെ വാല്യൂ C is equal to epsilon naught A by D epsilon naught LB by D വരും. അപ്പോൾ അതിൻ്റെ ഇനിഷ്യൽ കപ്പാസിറ്റൻസ് ഓക്കെ ഔട്ട് ഓഫ് ദ ഫോളോയിങ് which are the ways to increase the capacitance by a factor of 10. അപ്പോൾ അതിൻ്റെ C ഈക്വൽ നമുക്ക് എഴുതുമ്പോൾ epsilon naught ഇൻറ്റു ഇപ്പോൾ എല്ലാ സെൻറ്റിമീറ്റർ ഒക്കെ ഞാൻ എല്ലാ സെൻറ്റിമീറ്റർ ബൈ മൈക്രോമീറ്റർ ഇങ്ങനെ എഴുതുക. പിന്നെ കാരണം യൂണിറ്റ് എല്ലാം തന്നിരിക്കുന്നത് അതേ യൂണിറ്റിലല്ലേ. അപ്പോൾ 3 into 1, സോ 3 into 1 by 3 മൈക്രോമീറ്റർ വരും. So that is equal to epsilon naught സെൻറ്റിമീറ്റർ സ്ക്വയർ ബൈ മൈക്രോമീറ്റർ എന്ന് വരും. കാരണം ഇത് 3 into 1 3 വരും ബൈ 3 മൈക്രോമീറ്റർ. അപ്പോൾ epsilon naught സെൻറ്റിമീറ്റർ സ്ക്വയർ ബൈ മൈക്രോമീറ്റർ വരും. ഇതിന് നമുക്ക് C dash should be equal to 10 epsilon naught സെൻറ്റിമീറ്റർ സ്ക്വയർ ബൈ മൈക്രോമീറ്റർ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഏതൊക്കെ വരുന്നു നോക്കാം. ഓപ്ഷൻ 1 എടുക്കാം. ഓപ്ഷൻ 1 ഓരോന്നും നമുക്ക് ചെയ്ത് നോക്കേണ്ടി വരും, അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ അകത്ത് ഓപ്ഷൻ വരുന്ന എല്ലാം ഏതൊക്കെയാണ് കറക്റ്റ് എന്ന്. അപ്പോൾ ഓരോ ഓപ്ഷൻ നമുക്ക് ചെക്ക് ചെയ്ത് ഓരോ ഇതും ABCDE ഓരോന്ന് ചെക്ക് ചെയ്തുകൊണ്ട് വരും. അപ്പോൾ എ നോക്കുമ്പോൾ എ ചെക്ക് ചെയ്യുമ്പോൾ epsilon naught ഇൻറ്റു ഇവിടെ നോക്കാം. ഇവിടെ ലെങ്ത്ത് 30, മറ്റേത് ബ്രെഡ്ത്ത് 1. ഓക്കെ, അപ്പോൾ 30 into 1 ഡിവൈഡഡ് ബൈ 1 മൈക്രോമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇത് 30 ടൈംസ് epsilon naught സെൻറ്റിമീറ്റർ സ്ക്വയർ ബൈ മൈക്രോമീറ്റർ വരും. ഇവിടെ 30 ടൈംസ് ആയിട്ട് മാറി. ഇത് 30 ടൈംസ് ആയിട്ട് മാറി. നമുക്ക് ഇവിടെ 10 ടൈംസ് ആയിട്ട് മാറിയാൽ മതി. അപ്പോൾ ഇത് വേണ്ട. ഇനി അടുത്ത ഓപ്ഷൻ ബി നോക്കാം. അത് epsilon naught ഇൻറ്റു 3 into 1 by 30 വരും. അപ്പോൾ ഇത് നോക്കുമ്പോൾ 1/10. സോ 1/10 ഇൻറ്റു epsilon naught സെൻറ്റിമീറ്റർ സ്ക്വയർ ബൈ മൈക്രോമീറ്റർ വരും. അപ്പോൾ ഇത് 1/10 ആയിട്ട് മാറി. നമുക്ക് വേണ്ടത് ഇൻക്രീസ് ബൈ 10 ടൈംസ് ആയിട്ടായിരുന്നു. ഇൻക്രീസ് ടു 10 ടൈംസ് ആണ്. ഇത് 1/10 ആയിട്ട് മാറി. അപ്പോൾ ബിയും കറക്റ്റ് അല്ല, ബിയും നമുക്ക് പറ്റത്തില്ല. ഇനി അടുത്ത ഓപ്ഷൻ സി നോക്കാം. സി നോക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ epsilon naught ഒക്കെ epsilon naught ഇൻറ്റു 6 into 5 by 3 വരും. 6 into 5 എന്ന് പറയുമ്പോൾ 30 by 3 10 വരും. അപ്പോൾ ഇവിടെ 10 into epsilon naught നമ്മുടെ യൂണിറ്റിൻ്റെ ടൈംസിൽ വന്നു സെൻറ്റിമീറ്റർ സ്ക്വയർ. അപ്പോൾ ഇത് കറക്റ്റാണ്. അപ്പോൾ സി കറക്റ്റാണ്. സി എന്ന് പറഞ്ഞാൽ ഒരു കോൺഫിഗറേഷൻ 6, 5, 3 മൈക്രോമീറ്ററിൽ നമുക്ക് കിട്ടി. ഇനി അടുത്ത് ഡി നോക്കാം. ഡി എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കാം. സിയിൽ കറക്റ്റായിട്ട് കിട്ടി. അതിനടുത്ത് ഡിയിൽ വരുന്നുണ്ടോ നോക്കാം. ഡി എടുക്കുമ്പോൾ epsilon naught ഇൻറ്റു 1 into 1/10 വരും. ഇവിടെ epsilon naught by 10 ഇത് 10 ടൈംസ് ആയിട്ട് കുറയുന്നത്. അപ്പോൾ ഇതും പറ്റത്തില്ല. ഇനി അടുത്ത ലാസ്റ്റ് ഓപ്ഷനോടെ നോക്കാം. ലാസ്റ്റ് ഓപ്ഷൻ ഇ നോക്കുമ്പോൾ ഇവിടെ epsilon naught ഇൻറ്റു 5 into 2/1 വരും. ഇവിടെ 10 epsilon naught വരും. 10 epsilon naught സെൻറ്റിമീറ്റർ സ്ക്വയർ ബൈ മൈക്രോമീറ്റർ വരും. ഇവിടെ 10 ടൈംസ് ആയിട്ട് മാറി. അപ്പോൾ ഇതും കറക്റ്റാണ്, ഇയും കറക്റ്റാണ്. ഇയിൽ നമുക്ക് പറ്റും. ഇയിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇയിൽ ഒരു പോസിബിലിറ്റി വരുന്നുണ്ട്. അപ്പോൾ സി ആൻഡ് ഇ ആണ്. സിയിൽ ഇയിൽ നമുക്ക് 10 ടൈംസ് ആയിട്ട് മാറ്റാൻ പറ്റും.
CE ആ ഒരു കോൺഫിഗറേഷൻ, ആ ഒരു ഡയമെൻഷൻ, ആ ഒരു ജോമെട്രിയിൽ നമുക്ക് ടൈം ടൈംസ് ആയിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ ഇതിന് ആൻസർ വരുന്ന ഓപ്ഷൻ 1 C and D ഓൺലി. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 18 അല്ലെങ്കിൽ 43 ഓപ്ഷൻ 1 വരും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഫോഴ്സ് F is equal to alpha plus beta x square acts on an object in the x direction. The work done by the force is 5 joule when the object is displaced by 1 meter. If the constant alpha is equal to 1 Newton, then beta will be. ഇപ്പോൾ ആൽഫയുടെ വില വന്നിട്ടുണ്ട്. F is equal to നമുക്ക് 1 plus beta into x square എന്ന് എഴുതാം. അപ്പോൾ വർക്ക് ഡൺ. ഓക്കെ, അപ്പോൾ ഇതൊരു ഇറ്റ്സ് ഒരു വേരിയബിൾ ഫോഴ്സ് ആണ്, കാരണം അത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ ഇൻ്റഗ്രൽ എഫ് ഡി എക്സ് എഴുതേണ്ടി വരും. ഇൻ്റഗ്രൽ എഫ് ഡി എക്സ് എഴുതുമ്പോൾ 1 plus beta into x square ഡി എക്സ് ചെയ്യുമ്പോൾ 0 to 1 ആണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, എക്സ് വേരി ഫ്രം ഡിസ്പ്ലേസ്ഡ് ബൈ, അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു ഓക്കെ ഡിസ്പ്ലേസ്മെൻറ്റ് എൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 1 ആണ്. സോറി, ഡിസ്പ്ലേസ്മെൻറ്റ് എന്നിരിക്കുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു 1. അതായത് എക്സ് വേരി ഫ്രം 0 to x ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് 1 അല്ല, അപ്പോൾ എക്സ് വേരി ഫ്രം 0 to 1 എടുക്കാം. ഇപ്പോൾ 0 to 1. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ ഡി എക്സ്. ഓക്കെ, ഡി എക്സ് പ്ലസ് ബീറ്റ എക്സ് സ്ക്വയർ ഡി എക്സ് ഇൻ്റഗ്രൽ ചെയ്യുമ്പോൾ എക്സ്. ഓക്കെ, ഇൻ്റഗ്രൽ എക്സ് 0 to 1 പ്ലസ് ബീറ്റ ഇൻറ്റു എക്സ് ക്യൂബ് ബൈ 3 0 to 1 ഈസ് ഈക്വൽ ടു 5 ജൂൾ എന്ന് വരും. ഇത് ഈസ് ഈക്വൽ ടു 5. ഇവിടെ നോക്കുക, 0 to 1 എടുക്കുമ്പോൾ ഇവിടെ 1 വരും. ഇവിടെ 1 പ്ലസ് ബീറ്റ ബൈ 3 ഇൻറ്റു എക്സ് ക്യൂബ് മൈനസ് 1. സോ ഇവിടെ 1 മൈനസ് 0 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5. സോ ബീറ്റ ബൈ 3 ഈസ് ഈക്വൽ ടു 4 വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ബീറ്റ ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 3 12 വരും. അപ്പോൾ അതിലെ ബീറ്റയുടെ വാല്യൂ 12. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എടുക്കുമ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഓക്കെ, ബീറ്റ ഈസ് ഈക്വൽ ടു 12 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ വരും. 12 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ഓപ്ഷൻ 3. ഇപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 44 അല്ലെങ്കിൽ 19 ക്വസ്റ്റ്യൻ നമ്പർ, അതിൻ്റെ ആൻസർ ഓപ്ഷൻ 3 വരും. ബീറ്റയുടെ വാല്യൂ 12 വരും. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ചൂസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നോക്കുക, ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ്. ഓക്കെ, ഇതിൻ്റെ അത് കറക്റ്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണ്ടേ. പിന്നെ അത് കുറേ സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ an ideal gas goes from an initial state to final state. During the process, pressure of the gas increases linearly with the temperature. അപ്പോൾ ഇവിടെ പ്രഷർ P പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. P പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ അത് V കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, പി വി ഈക്വൽ ടു നമുക്കറിയാം NRT ആണ്. അപ്പോൾ ഇവിടെ V, ഇപ്പോൾ P പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ V കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ അതൊരു കോൺസ്റ്റൻ്റ് വോളിയം പ്രോസസ്സാണ്. V കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഡയഗ്രാം വരയ്ക്കുമ്പോൾ പിയും ടെമ്പറേച്ചറും ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇതിങ്ങനെ വരും, P/T. അല്ലെങ്കിൽ പി വി ഗ്രാഫ് വരയ്ക്കുമ്പോൾ പ്രഷർ ഇൻക്രീസ് ചെയ്യാണ്, വോളിയം കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ പി വി ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്രാഫ് ഇങ്ങനെ വരും. അതിൻ്റെ ഒരു ഗ്രാഫ് ഇങ്ങനെ വരും, വോളിയം ഇൻക്രീസ് ആണ്. അപ്പോൾ V കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ നോക്കാം, ദ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ഡ്യൂറിംഗ് ദ പ്രോസസ് ഈസ് 0. കാരണം V കോൺസ്റ്റൻ്റ്, ഇവിടെ V ഈസ് ഈക്വൽ ടു വിയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. വർക്ക് ഡൺ എന്ന് പറയുമ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു PdV ആണ്. V കോൺസ്റ്റൻ്റ് ആകുമ്പോൾ DVയുടെ വാല്യൂ 0 ആയിരിക്കും, ചേഞ്ച് ഇൻ വോളിയം 0 ആയിരിക്കും. അപ്പോൾ വർക്ക് ഡൺ ഇൻ ദിസ് പ്രോസസ്, വർക്ക് ഡണ്ണിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ A കറക്റ്റ് ആണ്. ദ ഹീറ്റ് ആഡഡ് ടു ദ ഗ്യാസ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ചേഞ്ച് ഇൻ ഇറ്റ്സ് ഇൻറ്റേർണൽ എനർജി. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ പ്രോസസ്, ഇവിടെ ഫസ്റ്റ് തെർമോഡൈനാമിക്സ് Q ഈസ് ഈക്വൽ ടു ΔU പ്ലസ് W എന്ന് വരും. അപ്പോൾ ഇവിടെ W വർക്ക് ഡണ്ണിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ ഹീറ്റ് ആഡഡ്. ഓക്കെ, ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ആയിരിക്കും. Q ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈസ് ഡിഫറെൻ്റ് എന്ന്. അപ്പോൾ ഇത് റോങ് ആണ്. ഇപ്പോൾ ബി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. ഓക്കെ, കാരണം ഈ ഒരു പ്രോസസ്സ് പറയാം കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്, അവിടെ വർക്ക് ഡൺ 0 ആണ്. കോൺസ്റ്റന്റ് വോളിയം പ്രോസസ് വർക്ക് ഡൺ 0. അപ്പോൾ ഹീറ്റ് ആഡഡ് ഈസ് യൂസ് ടു ചേഞ്ച് ദ ഇൻറ്റേർണൽ എനർജി. അപ്പോൾ ഇതിൻ്റെ പ്രഷർ കൂടുകയാണ്. ഇതിൻ്റെ പ്രഷർ കൂടുന്ന പറയുമ്പോൾ നമ്മൾ ഹീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ കൂടുകയാണ്. അപ്പോൾ ഹീറ്റ് ആഡഡ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇറ്റ്സ് ഇൻറ്റേർണൽ എനർജി. ഇപ്പോൾ ഇവിടെ ഡിഫറെൻ്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് റോങ് ആണ്. ദ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഇൻക്രീസ്, അത് തെറ്റാണ്. വോളിയം കോൺസ്റ്റൻ്റ് ആണ്. ദ ഇൻറ്റേർണൽ എനർജി ഓഫ് ഗ്യാസ് ഈസ് ഇൻക്രീസ്. കാരണം ഇവിടെ നോക്കുക, ഇവിടെ പ്രഷർ കൂടുകയാണ്. ഇവിടെ പിയുടെ വാല്യൂ കൂടുകയാണ്, പ്രഷർ കൂടുകയാണ്, പിയുടെ വാല്യൂ കൂടുന്നു. സോ പി ഇൻക്രീസസ്, അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ്. ഇപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ്, ഇൻറ്റേർണൽ എനർജി ഓഫ് ഗ്യാസ് ഈസ് ഇൻക്രീസ്ഡ് ആണ്. അപ്പോൾ ഡി കറക്റ്റ് ആണ്. കാരണം ഇവിടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാണ്, ഇവിടെ ടെമ്പറേച്ചർ കൂടുന്നു. അപ്പോൾ ഡെൽറ്റയുടെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. സോ ΔU എന്ന് പറയുമ്പോൾ NCV, T2 - T1 വരും. ഇവിടെ T2ൻ്റെ വാല്യൂ T2 ഗ്രേറ്റർ ദാൻ T1 ആണ്. ΔT പോസിറ്റീവ് ആണ്. അപ്പോൾ ΔUവും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ D കറക്റ്റ് ആണ്.
ദ പ്രോസസ് ഈസ് ഐസോകോറിക് കോൺസ്റ്റന്റ് വോളിയം പ്രോസസ്, അതും കറക്റ്റാണ്. അപ്പോൾ ഇതൊരു വോളിയം കോൺസ്റ്റന്റ് പ്രോസസ്, ഐസോകോറിക് പ്രോസസ്. അപ്പോൾ ഇന്റേണൽ എനർജി ഇൻക്രീസ് ചെയ്യാണ്, വർക്ക് ഡൺ 0 ആണ്. അപ്പോൾ ഇത് നോക്കുമ്പോൾ ADE കറക്റ്റാണ്. ADE കറക്റ്റ് എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 2 വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ 2. സ്റ്റേറ്റ്മെൻറ്റ് A, സ്റ്റേറ്റ്മെൻറ്റ് D ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് E കറക്റ്റാണ്. അപ്പോൾ ഓപ്ഷൻ 2 വരും. ഇനി അടുത്ത് നോക്കാം. അപ്പോൾ നമ്മുടെ MCQs എല്ലാം കംപ്ലീറ്റ് ആയിരിക്കുന്നു. നമുക്ക് ഇൻറ്റിജർ ടൈപ്പ്. ഓക്കെ, അടുത്ത് നോക്കാം. എ സ്ക്വയർ ലൂപ്പ് ഓഫ് സൈഡ് എ, അതിൻ്റെ എയുടെ വാല്യൂ 1 മീറ്റർ, ഹെൽഡ് നോർമലി in front of a point charge cube. The flux of the electric field through a stated region is equal to P 5 by P into 1 by S naught Newton meter square per coulomb. Then what is the value of P? ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ NCERT ഒരു ക്വസ്റ്റ്യൻ. ഒരു പ്ലെയിൻ ഇങ്ങനെ വന്നിട്ട് ഒരു പ്ലെയിൻ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഒരു പോയിന്റ് ചാർജ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പ്ലെയിൻ, അപ്പോൾ ഈ പോയിന്റ് ഇതൊരു അതിൻ്റെ സെൻറ്ററായിട്ട് അസ്യൂം ചെയ്തിട്ട് ഈ ചാർജിലിരിക്കുന്ന പോയിന്റ് ഒരു സെൻറ്ററായിട്ട് അസ്യൂം ചെയ്തിട്ട് അതൊരു സിമെട്രിക്കലായിട്ട് അതൊരു ക്യൂബിൻ്റെ സെൻറ്ററായിട്ട് അസ്യൂം ചെയ്തിട്ട് നമ്മളൊരു ഗോസിയൻ സോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു ഇമാജിനറി ഗോസിയൻ സോഴ്സ് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. കാരണം ചാർജ് ഇരിക്കുന്ന ആ ഗോസിയൻ സോഴ്സിൻ്റെ കറക്റ്റ് സെൻട്രലായിട്ടായിരിക്കും. അപ്പോൾ ഡ്യൂ ടു സിമെട്രി കാരണം നമ്മൾ ഓരോ ഫേസ് എടുക്കുമ്പോൾ ഇങ്ങനെ ഓരോ ഫേസ് എടുക്കാം. ഒരു ഇമാജിനറി ഗോസിയൻ സോഴ്സ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ചാർജ് ക്യൂ എവിടെ ഇരിക്കുന്നത്. ബട്ട് നോട്ട് നെറ്റ് ഫ്ലക്സ് ഫൈ നെറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ക്യൂ ബൈ എപ്സിലോൺ നോട്ട് എന്ന് വരും. അപ്പോൾ ഫൈ നെറ്റ് എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു ഫ്ലക്സ് ത്രൂ 1 ഫേസ് ആണ്. 1 ഫേസ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ നോട്ട് വരും. അപ്പോൾ ഫ്ലക്സ് ത്രൂ 1 ഫേസ്, ഓക്കെ, ഫ്ലക്സ് ത്രൂ 1 ഫേസ്, സോ ക്യൂ ബൈ 6 എപ്സിലോൺ നോട്ട് വരും. അപ്പോൾ ഫ്ലക്സ് ത്രൂ 1 ഫേസ്, ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ നോട്ട് വരും. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഈ ഒരു ഫേസിന് ഒരു ഫേസ് പറയുന്നത് ഒരു ക്യൂബാണ്. ഒരു ഫേസ് പറയാൻ ഇവിടെ ഒരു ക്യൂബാണ്. ഈ ക്യൂബിനെ ഞാൻ ഇങ്ങനെ ഇവിടെ നോക്കുക. ഇതിനെ ഞാൻ ഈ ഒരു ഫേസിനെ ഞാൻ 8 ആയിട്ട് തിരിച്ചു. ഇവിടെ 1 2 3 4 5 6 7 8. ഈ ഒരു റീജിയൻ ഇങ്ങനെ പോകുന്നത്, ഇതിൽ കൂടെ പോകുന്ന ഫ്ലക്സ് ത്രൂ ദിസ് പാർട്ട്, ഓക്കെ, ഫ്ലക്സ് ത്രൂ ദിസ് പാർട്ട് 5 ത്രൂ 1 ഈസ് ഈക്വൽ ടു എനിക്ക് ടോട്ടൽ ഫ്ലക്സ് എത്രയാണ്? ക്യൂ ബൈ 6 എപ്സിലോൺ നോട്ട് ഇൻറ്റു 1/8 വരും. അപ്പോൾ ഈ ഒരു റീജിയനിൽ ഇപ്പോൾ വന്ന ഫ്ലക്സ് പറയുമ്പോൾ 5/1 ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 48 എപ്സിലോൺ നോട്ട് വരും. ഇവിടെ നോക്കുക, ഈ ഒരു ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുമ്പോൾ ഇത്രയും വരും. ഈ താഴത്തേത് ഈ ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഇത്രയും റീജിയൻ വരും. ഇത്രയും 1 ഈ 4 എണ്ണം 4 പ്ലസ് ഈ 5 എണ്ണം. അപ്പോൾ ഈ 5 ഇതുപോലത്തെ ഷേപ്പ് കൊടുക്കണം. അതായത് ഇവിടെ 1 2 3 4 5 1 2 3 4 5. അപ്പോൾ ഫ്ലക്സ് ത്രൂ ദ ഷെയ്ഡഡ് റീജിയൻ. ഇപ്പോൾ ഫ്ലക്സ് ത്രൂ ദ ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുമ്പോൾ ഫ്ലക്സ് ത്രൂ ഷെയ്ഡഡ് റീജിയൻ 5 ടൈംസ് ക്യൂ ബൈ 48 എപ്സിലോൺ നോട്ട് വരും. ഇപ്പോൾ ഇവിടെ ക്യൂയുടെ വാല്യൂ 1 ആണ്. ക്യൂയുടെ വാല്യൂ 1. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ ക്യൂ ഈസ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ ഇതിൽ കൂടെ ഫ്ലക്സ് ത്രൂ ദ ഷെയ്ഡഡ് റീജിയൻ 5 ഇൻറ്റു 1 ഡിവൈഡ് ബൈ 48 എപ്സിലോൺ നോട്ട് എന്ന് വരും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 1 ഡിവൈഡ് ബൈ പി ഇൻറ്റു എപ്സിലോൺ നോട്ട് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 1 ബൈ പി ഇൻറ്റു എപ്സിലോൺ നോട്ട്. ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ പിയുടെ വാല്യൂ പി ഈസ് ഈക്വൽ ടു 48 എന്ന് വരും. പിയുടെ വാല്യൂ 48 വരും. അപ്പോൾ അതിൻ്റെ ആൻസർ, ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 21 അല്ലെങ്കിൽ 46. അതിൻ്റെ ആൻസർ ദ വാല്യൂ ഓഫ് പി ഈസ് 48 വരും. ദ വാല്യൂ ഓഫ് പി ഈസ് 48 വരും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് എ സ്ക്രൂ ഗേജ് ഈസ്, അതിൻ്റെ ലീസ്റ്റ് കൗണ്ട്, ഓക്കെ, ലീസ്റ്റ് കൗണ്ട് ഈസ് ഈക്വൽ ടു 0.01 മില്ലിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പിച്ച് ഈസ് ഇൻക്രീസ് ബൈ 75%. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് ഓഫ് എ സ്ക്രൂ ഗേജ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു പിച്ച് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർക്കുലർ സ്കെയിൽ ഡിവിഷൻസ് ആണ്. പിച്ച് ഓഫ് എ സ്ക്രൂ ഗേജ്, ഒരു സ്ക്രൂ ഗേജിൻ്റെ അല്ലെങ്കിൽ ഒരു മൈക്രോമീറ്റർ അല്ലെങ്കിൽ സ്ക്രൂ ഗേജ്, അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് പിച്ച് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർക്കുലർ സ്കെയിൽ ഡിവിഷൻ. അപ്പോൾ ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട് ഇനിഷ്യൽ ലീസ്റ്റ് കൗണ്ട് 0.01 മില്ലിമീറ്റർ ആയിരുന്നു. ഇത് പറഞ്ഞിരിക്കുന്നത് പിച്ച് ഇൻക്രീസ് ബൈ ലീസ്റ്റ് കൗണ്ട് ഓഫ് ഓക്കെ, പുതിയൊരു സ്ക്രൂ ഗേജിൻ്റെ ലീസ്റ്റ് കൗണ്ട് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു പിച്ച് ഇൻക്രീസ് ബൈ 75% ആണ്. ഇൻക്രീസ് ബൈ 75% എന്ന് പറയുമ്പോൾ പുതിയ പിച്ച് P2 ഈസ് ഈക്വൽ ടു 1.75 ഇൻറ്റു പി വരും. സോ 1.75 ഇൻറ്റു പി ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സർക്കുലർ സ്കെയിൽ ഡിവിഷൻ
റെഡ്യൂസ് ബൈ 50 ആണ്. അപ്പോൾ സർക്കുലർ സ്കെയിൽ ഡിവിഷൻ 2 ഈസ് ഈക്വൽ ടു സർക്കുലർ സ്കെയിൽ ഡിവിഷൻ ബൈ 2 വരും. റെഡ്യൂസ് ബൈ 50% അല്ലെങ്കിൽ 0.5 ഇൻറ്റു സർക്കുലർ സ്കെയിൽ ഡിവിഷൻ വരും. സോ 0.5 ഡിവൈഡഡ് ഇൻറ്റു സർക്കുലർ സ്കെയിൽ ഡിവിഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ ലീസ്റ്റ് കൗണ്ട്. ഓക്കെ, ഇനിഷ്യൽ ലീസ്റ്റ് കൗണ്ട് ഇൻറ്റു, അതായത് നമ്മളിത് ചെയ്യുമ്പോൾ T ഡിവൈഡഡ് ബൈ, നമുക്ക് ഇവിടെ ചെയ്യുമ്പോൾ ഇനിഷ്യൽ ലീസ്റ്റ് കൗണ്ട് പിച്ച് ഡിവൈഡഡ് ബൈ സർക്കുലർ സ്കെയിൽ ഡിവിഷൻസ് ഇൻറ്റു 1.75 ഡിവൈഡഡ് ബൈ 0.5 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ ലീസ്റ്റ് കൗണ്ട് ഇൻറ്റു 1.75 ഡിവൈഡഡ് ബൈ 1/2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3.5 ഇൻറ്റു ഇനിഷ്യൽ ലീസ്റ്റ് കൗണ്ട് വരും. അപ്പോൾ ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട് 3.5 ടൈംസ് ആയിട്ട് കൂടും. അപ്പോൾ 3.5 ടൈംസ് ഇൻറ്റു 0.01 മില്ലിമീറ്റർ വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇതൊന്നുമില്ല, അപ്പോൾ ഇവിടെ 0.1, ഇതിനെ ഡെസിമൽ പോയിന്റ് എല്ലാം മാറ്റുമ്പോൾ സോ ഇത് 35 ഇൻറ്റു 10 to the power -1 1 ഇൻറ്റു 10 to the power -2 മില്ലിമീറ്റർ എന്ന് വരും. അപ്പോൾ നമുക്ക് 35, സോ 35 ഇൻറ്റു 10 to the power -3 മില്ലിമീറ്റർ വരും. അപ്പോൾ അതിൻ്റെ ലീസ്റ്റ് കൗണ്ട്, ആ പുതിയ സ്ക്രൂ ഗേജിൻ്റെ ലീസ്റ്റ് കൗണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 35 ഇൻറ്റു 10 to the power -3 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ അതിൻ്റെ ആൻസർ 35 ആയിരിക്കും, 35 വരും. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 22 അതിൻ്റെ ആൻസർ 35 വരും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 23. A wire of resistance, okay, 9 ohm is bent to form an equilateral triangle, then the equivalent resistance across any two vertices. ഇപ്പോൾ ഒരൊറ്റ ലെങ്ത്തിലായിരുന്നു, ഇതിൻ്റെ ലെങ്ത്ത് L ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് 9 ohm ആയിരുന്നു. അപ്പോൾ അതിനെ വെച്ചിട്ട് നമ്മളൊരു ഈക്വലാറ്റർ ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്തു. അതിനെ ബെൻഡ് ചെയ്ത് ഒരു ഈക്വലാറ്റർ ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഓരോന്നിൻ്റെ റെസിസ്റ്റൻസ്, അപ്പോൾ ഇവിടുത്തെ റെസിസ്റ്റൻസ്, ഒക്കെ ഇവിടുത്തെ റെസിസ്റ്റൻസ് 3 ohm ആയിരിക്കും, ഇതും 3 ohm ആയിരിക്കും, ഇവിടുത്തെ റെസിസ്റ്റൻസ് 3 ohm ആയിരിക്കും. അങ്ങനെയാണ് എനി അക്രോസ് വാട്ട് ഈസ് റെസിസ്റ്റൻസ് ആർ ഇക്വലന്റ് അക്രോസ് എനി റെസിസ്റ്റൻസ്. ഓക്കെ, RAB നമുക്ക് എടുക്കാം, ABC. അപ്പോൾ RAB റെസിസ്റ്റൻസ് അക്രോസ് R ഇക്വലന്റ് ഈസ് ഈക്വൽ ടു, ഇത് നമ്മളൊന്ന് ഇത് ചെയ്യുമ്പോൾ ഇവിടെ 2 റെസിസ്റ്റൻസ് ഒക്കെ 2 എണ്ണം സീരീസിൽ വരും, അത് പാരലൽ ടു അനദർ 1 ആയിരിക്കും. സോ 3 ohm സോ 3 ohm വരും. അപ്പോൾ ഇതിൻ്റെ R ഇക്വലന്റ് എടുക്കുമ്പോൾ 6 ohmഉം 3 ohmഉം പാരലൽ, 6 ohmഉം 3 ohmഉം. അപ്പോൾ ഇതിൻ്റെ ഇക്വലന്റ് എടുക്കുമ്പോൾ 6 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 9 വരും. അപ്പോൾ 6/3 2 ohm വരും. അപ്പോൾ അതിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 2 ohm വരും. അപ്പോൾ ഇത് കുറച്ച് എളുപ്പമുള്ളൊരു ക്വസ്റ്റൻ ആയിരുന്നു, നമ്മൾ കുറേയൊക്കെ ചെയ്യുന്നതാണ് കുറേ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വലന്റ് റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ohm വരും. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം. A current of 5 ampere exists in a square loop of side and 1/√2 meter. Then the magnitude of the magnetic field at the center of a square loop will be P times 10 to the power -6. Then the value of P. അപ്പോൾ ഇത് നമ്മൾ സാധാരണയൊക്കെ ചെയ്യുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇവിടെ നോക്കുക, ഇപ്പോൾ ഇതിൽ കൂടെ പോകുന്ന കറണ്ട്, ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ്, അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് എടുക്കാം. ഇപ്പോൾ B ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു 4 times B due to one side. B due to one side. ഓക്കെ, ഇത് എടുക്കുമ്പോൾ ഈ ആംഗിൾ, ഇപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുന്നത്, ഇപ്പോൾ ഈ ആംഗിൾ എടുക്കുമ്പോൾ ഇത് 45 ഡിഗ്രി ആയിരിക്കും, ഇത് 45 ഡിഗ്രി ആയിരിക്കും. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് A ആണെങ്കിൽ ഈ ഡിസ്റ്റൻസ് A/2 ആയിരിക്കും. ഈ A എന്ന് പറഞ്ഞാൽ 1/√2 ആണെങ്കിൽ A/2 എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് A/2 is equal to 1/2√2 വരും. ഇപ്പോൾ B due to one side. ഓക്കെ, B due to one side എടുക്കുമ്പോൾ B due to one side, so mu0 I by 4 pi, okay, 4 pi R, 4 pi into R into sin θ1 plus sin θ2 വരും. ഇപ്പോൾ mu0 I by 4 pi R into sin θ1 plus sin θ2. ഇവിടെ θ1 θ2 ദാറ്റ് ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി എന്ന് വരും. ഇവിടെ ആറിൻ്റെ വാല്യൂ A/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2√2 വരും. ഇനി നമുക്ക് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. mu0 I ഇൻറ്റു, സോ mu0 കറണ്ടിൻ്റെ വാല്യൂ 5 ആംപിയർ അല്ലേ, കറണ്ട് ഈസ് ഈക്വൽ ടു ആ കറണ്ടിൻ്റെ വാല്യൂ 5 ആംപിയർ, 5
4π, ആ ഡിസ്റ്റൻസ് പറയുമ്പോൾ 1/2 വരും. ഇവിടെ sin 45 പ്ലസ് sin 45, sin 45 പ്ലസ് sin 45 എന്ന് പറയുമ്പോൾ 1/2 പ്ലസ് 1/2. അത് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ 4π, ഇവിടെ μ0 എന്ന് പറയുമ്പോൾ μ0യുടെ വാല്യൂ 4π ഇൻറ്റു 10⁻⁻7 അല്ലേ. അപ്പോൾ ഈ 4π ഇത് ക്യാൻസൽ ആയി പോകും. അപ്പോൾ 4π ഇൻറ്റു 10⁻⁻7 ഡിവൈഡഡ് ബൈ 4π. സോ 1/2 അത് മുകളിൽ വരുമ്പോൾ 2√2 ആവും. സോ 1/2 പ്ലസ് 1/2. ഇപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ സോ 10⁻⁻7 ഇൻറ്റു 2√2 ഇൻറ്റു √2 വരും. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു ഓക്കെ ഇവിടെ 4π, ഇവിടെ 4π ക്യാൻസൽ ആവും. അപ്പോൾ 2√2 ഇൻറ്റു √2, അപ്പോൾ ഇത് 4 ഇൻറ്റു 10⁻⁻7 വരും. സോ 4 ഇൻറ്റു 10⁻⁻7 ഇൻറ്റു 5 ഉണ്ട്. സോറി, ഇവിടെ 5 കൂടെ ഉണ്ട്. ഇവിടെ കറണ്ട് എടുക്കാൻ മതി, കാരണം ഇൻറ്റു കറണ്ടായി, ഐയുടെ വാല്യൂ 5. സോ ഇൻറ്റു 5 കൂടെ ഉണ്ട്. അപ്പോൾ ഇത് 20 ഇൻറ്റു 10⁻⁻7 വരും. ബി ഡ്യൂ ടു വൺ സൈഡാണ്, ഇത് ബി ഡ്യൂ ടു വൺ സൈഡാണ്. സോ ബി ഡ്യൂ ടു വൺ സൈഡ്. സോ 20 ഇൻറ്റു 10⁻⁻7. സോ ടോട്ടൽ ബി ടോട്ടൽ ഈസ് ഈക്വൽ ടു ദാറ്റ് ടൈംസ് 4 കൂടെ വരും. കാരണം ഒരു സൈഡിൻ്റെ ടൈംസ് 4 ആണ്, 4 സൈഡ് എടുക്കണമല്ലോ. എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരും, കാരണം ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിൽ തന്നെ വരുന്നത്. ഇപ്പോൾ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇത് ഇങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എങ്ങനെയായിരിക്കും, ഇവിടുത്തെ എങ്ങനെയായിരിക്കും, ഇവിടുത്തെ എല്ലാം ഒരേ ഡയറക്ഷനിൽ തന്നെ ആയിരിക്കും. അപ്പോൾ എല്ലാം കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ 4 ടൈംസ് 20 ഇൻറ്റു 10⁻⁻7 വരും. സോ 80 ഇൻറ്റു 10⁻⁻7. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു 10⁻⁻6 ടെസ്ല വരും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നോക്കുക, 8 ഇൻറ്റു 10⁻⁻7. അപ്പോൾ പിയുടെ വാല്യൂ പി ഈസ് ഈക്വൽ ടു 8 എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പി ഇൻറ്റു 10⁻⁻6 ടെസ്ല. അപ്പോൾ പിയുടെ വാല്യൂ പി ഈസ് ഈക്വൽ ടു 8 വരും. അപ്പോൾ ഇവിടുത്തെ പി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വല്ല അതിൻ്റെ ഒരു ഇൻറ്റിജർ ടൈപ്പ്. അപ്പോൾ പി സിയുടെ വാല്യൂ 8 എന്ന് വരും. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു പാറ്റേൺ, അങ്ങനെ ഒരു ടൈപ്പ് പല കോൺഫിഗറേഷൻ, പല കണ്ടക്ടേഴ്സിൻ്റെ, ചിലപ്പോൾ ഇങ്ങനെ ട്രയാങ്കിളിൻ്റെ അല്ലെങ്കിൽ സർക്കിളിൻ്റെ അല്ലെങ്കിൽ ഒരു സെമി സർക്കിൾ, ഒരു റെക്ടാങ്കിൾ അതിൻ്റെ അകത്ത് അല്ലെങ്കിൽ സ്ക്വയറിൻ്റെ അകത്ത് നമ്മൾ സാധാരണ ചെയ്യാറുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു സാധാരണ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 25. The temperature of 1 mole of an ideal monatomic gas is increased by 50 degree at constant pressure. Then the total heat added and the change in internal energy are E1 and E2 respectively. Then if E1 by E2 is equal to x by 9, then the value of x. ഇപ്പോൾ E1 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഹീറ്റ് ആഡഡ് ആണ്. E1 is a total heat added. So that is equal to E1. E1 എന്ന് പറഞ്ഞാൽ അത് കോൺസ്റ്റന്റ് പ്രഷർ അല്ല. E1 is equal to നമുക്ക് എഴുതാം, E1 is equal to NCP delta T ആണ്. ഇതൊരു കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്സാണ്. ദെൻ E2 എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. E2യുടെ വാല്യൂ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി. E2 ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു. P1 ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ആണ്. ക്യൂ എന്ന് പറയുമ്പോൾ ഇത് കോൺസ്റ്റന്റ് പ്രഷറാണ്. ഇവിടെ കോൺസ്റ്റന്റ് പ്രഷർ ആയതുകൊണ്ടാണ് NCP വരുന്നത്. ഡെൽറ്റ യു ദാറ്റ് ഈസ് ഈക്വൽ ടു NCV ഡെൽറ്റ ടി വരും. അപ്പോൾ E1 ബൈ E2 എന്ന് പറയുമ്പോൾ സോ NCP ഡെൽറ്റ ടി ബൈ NCV ഡെൽറ്റ ടി വരും. അപ്പോൾ ഡെൽറ്റ ടി അപ്പോൾ CP ബൈ സി വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു CP ബൈ CV. ഇപ്പോൾ ഒരു മൊണോറ്റോമിക് ഗ്യാസ് ആകുമ്പോൾ അതിൻ്റെ CPയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ CV പ്ലസ് R ഡിവൈഡഡ് ബൈ CV. അങ്ങനെ അല്ലെങ്കിൽ CP ബൈ CV ഡയറക്റ്റ് അറേഞ്ച് ചെയ്യാം. മൊണോറ്റോമിക് ഗ്യാസ് ആകുമ്പോൾ CP എന്ന് പറയുമ്പോൾ 3/2R പ്ലസ് R ബൈ 3/2R വരും. സോ ഇത് നമുക്ക് 5/2 ബൈ 3/2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 5/3 വരും. 5/3 is equal to x by 9 തന്നിരിക്കുന്നത്. 5/3 is equal to x by 9. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 5/3 is equal to x by 9. അപ്പോൾ ഇവിടെ 3 വരും. അപ്പോൾ x is equal to 15 വരും. എക്സിൻ്റെ വാല്യൂ 15. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 15 വരും. ഓക്കെ, പൊതുവെ ഇപ്പോൾ ഇൻറ്റിജർ ടൈപ്പ് പൊതുവെ ഓൾമോസ്റ്റ് സ്ട്രൈറ്റ് ഫോർവേഡ് ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇൻറ്റിജർ ടൈപ്പ് അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. Okay, 25 ക്വസ്റ്റ്യനും കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, താങ്ക്സ് ഫോർ ടൈം ആൻഡ് അറ്റൻഷൻ. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.